കേട്ട് തിന്നിട്ട് പോരുന്നാല് അല്ലെങ്കിൽ മാങ്ങാമായി കുറഞ്ഞ ഓല് വിളിക്കുന്നൊക്കെ കേൾക്കുന്നുണ്ടോ? ഇതിപ്പോ എന്നാ ഗവൺമെന്റ് എന്നാ ലാസ്റ്റ് പറഞ്ഞേ? ഒത്തുചേരം പറഞ്ഞ പിന്നെ ഒരു വേണ്ടി ഓടുന്നു. അതൊക്കെ മരത്തിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാലോ. പറഞ്ഞതല്ലേ. Hello, good afternoon. Good afternoon. Good afternoon, ma'am. Yes, good afternoon. Good afternoon. Okay, start ചെയ്യാം. എത്ര സെക്ഷൻസ് വരെ നമ്മൾ എടുത്തു? എത്ര സെക്ഷൻ വരെയാണ് എടുത്തത് ഓർമ്മയുണ്ടോ? സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഓഫ് എംപ്ലോയി സേഫ്റ്റി. എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില നിയമങ്ങളാണ്, സ്റ്റേറ്റിന്റേതായ കുറച്ച് നിയമങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്ഷൻ 21 മുതൽ 40 വരെ ഉണ്ട്. അതിൽ എവിടെയെങ്കിലും വെച്ച് നമ്മൾ നിർത്തി. യെസ്, അത് പ്രവേശിക്കുകയാണ്. സെക്ഷൻ 33 ഫിക്സ് സ്റ്റംപ്സ് ഓപ്പണിംഗ് ഇൻ ദ ഫ്ലോർ ആൻഡ് അതേഴ്സ് അല്ലെ. കുണ്ട്, കുഴി, പിന്നെ ഫ്ലോറൊക്കെ ഇങ്ങനെ വിള്ളലായിട്ട് നിൽക്കുക, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തീർച്ചയായിട്ടും അത് ഡേഞ്ചറസ് ആയിട്ടുള്ള പോയിന്റ് ആണെന്നുള്ളത് കൃത്യമായിട്ട് നോട്ടിഫൈ ചെയ്യണം. അത്തരം ഇടുക്കുകള്, കുഴികള്, വിള്ളലുകളൊക്കെ ഉള്ള പ്രദേശത്തേക്ക് വർക്കേഴ്സ് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെന്ന് വലിയ വലിയ അപകടങ്ങൾ വരുത്തി വയ്ക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അത് മനസ്സിലാക്കി ഫാക്ടറിയിലെ എന്താ പറയാ ആളുകള്, ജീവനക്കാര് അല്ലെങ്കിൽ അതിന്റെ ഇൻസ്പെക്ടർ, അതായത് നമുക്കറിയാം ഫാക്ടറിയിലെ എല്ലാ കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാലായിട്ട് അതിന് എന്തെങ്കിലും ഒരു വാർണിംഗ് ആയിട്ട് അവിടെ ഒരു എന്താ പറയാ എന്തെങ്കിലും ഡേഞ്ചർ, അപായ സൂചകമായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ സ്ഥാപിക്കുക എന്നൊക്കെ അതൊക്കെ ചെയ്യാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ നിയമങ്ങൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് അതിനെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓൾസോ
ഫാക്ടറീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണക്കിലെടുക്കാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് അതിൻ്റെതായ നിയമങ്ങൾ കയ്യിലെടുക്കാനുള്ള അധികാരമുണ്ട്. മനസ്സിലായല്ലോ? അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ സ്റ്റംപ്, പിറ്റ്, അതുപോലെ തന്നെ ഓപ്പണിംഗ് ഇൻ ഫ്ലോസ്, ഇതൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് സെക്ഷൻ 33 ഓഫ് ഫാക്ടറീസ് ആക്ട് 1948-ലാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. എക്സസീവ് വെയിറ്റ്, ആവശ്യത്തിലധികം, അമിതമായ ഭാരം. എന്തിന്? ഇപ്പൊ ചിലപ്പോ ഫാക്ടറിയില് വർക്കേഴ്സിന് ചില ഭാരമൊക്കെ വഹിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ടാകും. അതിന് ഒരു പെർമിസിബിൾ വെയിറ്റ് എന്ന് വെച്ചാൽ ഇത്ര ലോഡ് മാത്രമേ ആളുകൾ എടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു വെയിറ്റ്. ആ വെയിറ്റിന് ഒരു ലിമിറ്റേഷൻ അവിടെ വെക്കണം. എന്ന് വെച്ചാൽ ഇത്ര ലിമിറ്റിൽ കൂടുതലുള്ള വെയിറ്റ് വർക്കേഴ്സ് എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. ബിക്കോസ് ഇറ്റ് ക്യാൻ ഇൻജുർ ഓർ ഹാം ദാറ്റ് വർക്കർ. ആ വർക്കർക്ക്, അത്തരം വർക്കേഴ്സ് ഇങ്ങനെയുള്ള വലിയ ഹെവി ലോഡൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ഒരു സ്ഥലത്ത് നിന്ന് എന്താ പറയുക ചുമന്ന് തലയിലോ അല്ലെങ്കിൽ ഷോൾഡറിലോ ഒക്കെ ചുമന്നിട്ട് വേറൊരു സ്ഥലത്ത് എത്തിക്കുമ്പോ ചിലപ്പോ അവരത് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത്. പക്ഷെ അത് അധികം ദിവസം ചെയ്യാൻ പറ്റില്ല, അല്ലെ? അങ്ങനെ വരുമ്പോ അവർക്ക് അതിൻ്റെതായ ശരീരത്തില് പല അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം കൂടി നമ്മളുടെ ഫാക്ടറീസിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എനി പേഴ്സൺ വർക്കിംഗ് ഇൻ ഫാക്ടറീസ് നോട്ട് അലൗഡ് ടു പിക്ക് അപ്പ് ഓർ ഷിഫ്റ്റ് ഓർ ബെയർ എനി ലോഡ് ബിയോണ്ട് സച്ച് ലിമിറ്റ്. ഒരു പ്രത്യേക ലിമിറ്റിന് അധികമായിട്ട് ഒരു ഭാരവും വർക്കേഴ്സ് വഹിക്കാനോ ചുമക്കാനോ അപ്പുറത്തേക്ക് കൊണ്ടുപോകാനോ ഒന്നും പാടില്ല. ഇറ്റ് മേ കോസ് ഇഞ്ചുറി ഓർ ഹാം. പലതരത്തിലുള്ള അപകടങ്ങളോ ഉപദ്രവങ്ങളോ ഒക്കെ ഉണ്ടാകാൻ അതുകൊണ്ട് സാധ്യതയുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു മാക്സിമം ബെയറബിൾ ലോഡ് ഓരോ ഫാക്ടറീസിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാർക്ക് അവർക്ക് വഹിക്കാൻ പറ്റുന്ന ഒരു മാക്സിമം ലിമിറ്റ്. ഇപ്പൊ ഇത്ര കിലോഗ്രാം, 75 kg സിമെന്റ് ചാക്കൊക്കെ നമ്മൾ ചുമക്കുന്നത് കണ്ടിട്ടുണ്ടല്ലേ? പക്ഷെ അതൊക്കെ അത്രയും വെയിറ്റ് ആണ്. അപ്പൊ ആ വെയിറ്റിനൊക്കെ ഒരു ലിമിറ്റേഷൻ കൊണ്ടുവന്നിട്ട് അത് മാത്രമേ വെയിറ്റ് പൊക്കാൻ പാടുള്ളൂ എന്നും, പ്രത്യേകിച്ച് അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ കൊണ്ട്. പണ്ടൊക്കെ ചൈൽഡ് ലേബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ചൈൽഡ് ലേബർ ഒക്കെ നമ്മൾ എന്താ പറയാ നിർത്തലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ എന്ന് പറയുന്നത് പഠിക്കാൻ വേണ്ടിയുള്ളവരാണ്, പഠിച്ചു വളരേണ്ടവരാണ്. അപ്പൊ ആ സമയത്ത് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളത് കുറെയൊക്കെ എന്താ പറയാ റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. അതിന് അങ്ങനെ ചെയ്യിപ്പിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അത്തരം ഓർഗനൈസേഷൻസിനെതിരെ പണിഷ്മെന്റ് ഒക്കെ ഗവൺമെന്റ് നടപ്പിലാക്കി കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ട്. അപ്പൊ ഈ ഫാക്ടറീസ് ആക്ട് ഒക്കെ എപ്പോഴും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് 1948-ലാണ്. അപ്പൊ നമുക്കറിയാം അന്നത്തെ കാലത്തൊക്കെ ഉണ്ട് ചൈൽഡ് ലേബർ. കുട്ടികള്, അതുപോലെ തന്നെ അഡൽറ്റ് മെൻ, അതുപോലെ തന്നെ അഡൽറ്റ് വുമൺ, അതുപോലെ ചൈൽഡ് വർക്കേഴ്സ്, ഓരോരുത്തർക്കും വഹിക്കാൻ പറ്റുന്ന ഒരു ഭാരത്തിന്റെ ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ കൂടുതൽ ചുമക്കാനായിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കണം എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? എക്സസീവ് വെയിറ്റ് സെക്ഷൻ 34 ആണ്. സെക്ഷൻ 34-ല് ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ക്യാൻ റെക്കമെൻഡ് ദ മാക്സിമം ബെയറബിൾ ലിമിറ്റ് or bearable load to be picked up, shifted or borne by an adult man, adult woman, young man and child worker. ഓരോരുത്തർക്കും എത്ര വെച്ച് പൊക്കാൻ പറ്റും എന്നുള്ള ഒരു മാക്സിമം ലിമിറ്റ് കൊണ്ടുവരുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേറ്റ് ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായി? അതിൽ കൂടുതൽ അവരെ കൊണ്ട് പൊക്കാനോ എടുക്കാനോ ഒക്കെ സമ്മതിക്കാതിരിക്കുക. യെസ്, അടുത്തത് സെക്ഷൻ 35 ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് ഐസ്. സെക്ഷൻ 35 പ്രൊട്ടക്ഷൻ ഓഫ് ഐസ് എന്താ? നമ്മുടെ കണ്ണുകളുടെ സംരക്ഷണമാണ്. ഗവൺമെന്റ് വീണ്ടും they recommend some screens and goggles to protect the workers' eyes. അതായത് ജോലിക്കാരുടെ ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെ കണ്ണിലേക്ക് പല ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അതായത് പൊടിപടലങ്ങള്, ചിലപ്പോ ഫയറിന്റെ ഒക്കെ നമ്മുടെ തീയുടെ ഒക്കെ ഇതൊക്കെ തെറിക്കാം. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കണ്ണിലേക്കൊക്കെ വരുമ്പോൾ അത് ഇറ്റ് മേ ഹാം ദെയർ ഐസ്. അവരുടെ എന്താ പറയാ കണ്ണുകൾക്കൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും. പ്രൊഡക്ഷൻ പ്രോസസ് ഒക്കെ നടക്കുന്ന സ്ഥലത്ത് ഇഷ്ടം പോലെ പൊടി ഉണ്ടാകും, തീപ്പൊരികൾ പാറും, അല്ലെ? പിന്നെ വെളിച്ചം, ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള വെളിച്ചം. ഇപ്പൊ ഈ വെൽഡ് ചെയ്യുന്ന സ്ഥലത്തെ വെൽഡിങ് മെഷീനൊക്കെ വെച്ച് വെൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പണി നടക്കുമ്പോ കണ്ടോ വെൽഡിങ് ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് ഒരു ഭയങ്കര ഒരു സ്പാർക്കിങ് വരും, അല്ലെ? അവരപ്പോ എന്താ ധരിക്കുക? ആ സ്പാർക്കിങ്ങും കണ്ണിലേക്ക് വരാതെ അതിൽ നിന്നൊരു ഭയങ്കര ലൈറ്റും വരും. ആ ലൈറ്റും കണ്ണിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ കുറെ ശക്തിയായി ലൈറ്റിന്റെ റേസ് നമുക്ക് കണ്ണിലേക്ക് അടിക്കുമ്പോൾ കണ്ണിന് ഒരുപാട് പ്രശ്നങ്ങൾ വരും. മനസ്സിലായോ? അപ്പൊ അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നത് എന്തെങ്കിലും സ്ക്രീൻ മുമ്പില്, എന്തെങ്കിലും സ്ക്രീനിന്റെ ഇപ്പുറത്ത് നിന്നിട്ടായിരിക്കണം ആ ജോലി ചെയ്യുന്നത്. സ്ക്രീനിൽ കൂടി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളത് കേട്ടാ. സ്ക്രീൻ വെച്ച് ഇവിടെ മൂടിയിട്ട് കണ്ണ് കാണാൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു സ്ക്രീൻ
വലിയൊരു സ്ക്രീന് അല്ലെങ്കിൽ ഗോഗിൾസ് വലിയ കണ്ണട ഇതുപോലെയുള്ള ജോലികൾ ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്പെക്സ്, അതിനെയാണ് ഗോഗിൾസ് വിളിക്കുക. അപ്പൊ അതൊക്കെ വെച്ച് കണ്ണ് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ഇല്ലാതെ നേരിട്ട് അങ്ങോട്ട് ചെന്നിട്ട് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖം വന്നു, അല്ലെങ്കിൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത്തരം ഫാക്ടറീസിനെതിരെ എന്തെങ്കിലുമൊക്കെ പണിഷ്മെന്റുകൾ നേരിടേണ്ടി വരും. മനസ്സിലായ, ഫൈനോ ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനുള്ള നടപടികൾ, അത്തരം കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യാനുള്ള നടപടികൾ ഫാക്ടറീസ് കൊണ്ടുവരണം. അത് അനുസരിക്കാനായിട്ട് എംപ്ലോയീസിനെ, അതായത് വർക്കേഴ്സിനെ കൂടി എന്ത് ചെയ്യണം, ഇൻസിസ്റ്റ് ചെയ്യണം, അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം. അങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ. ബെയർ ഐസുമായിട്ട് ചെന്ന് കണ്ണിലൊന്നും വെക്കാതെ, കണ്ണടയൊന്നും വെക്കാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കണ്ണിലൊക്കെ ഇതൊക്കെ ഒരു അടിച്ചു കയറി കണ്ണില് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറ്റി പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ മനസ്സിലായല്ലോ? സെക്ഷൻ 35 പ്രൊട്ടക്ഷൻ ഓഫ് ഐസ് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? യെസ്. അതിനകത്തും ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ആ സെന്റൻസ് ഒരെണ്ണേ ഉള്ളൂ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. സ്ക്രീൻസ് ആൻഡ് ഗോഗിൾസ് ടു പ്രൊട്ടക്ട് ദ ഐസ് ഓഫ് വർക്കേഴ്സ് working in factories that are harmful, that have harmful particles flying in the atmosphere due to the production process or due to contact with extreme light. ശക്തിയായിട്ടുള്ള വെളിച്ചത്തില് ജോലി ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്താ പറയാ നേരിട്ട് പങ്കാളികളാവുന്ന വർക്കേഴ്സ് അറ്റ്മോസ്ഫിയറിൽ ആ പ്രൊഡക്ഷനിൽ നിന്ന് ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് അറ്റ്മോസ്ഫിയറിൽ പടരും. അത് കണ്ണിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആ കണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണിന് ഹാംഫുൾ ആണ്. അതിൽ നിന്നും എംപ്ലോയീസിനെ അല്ലെങ്കിൽ വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ കണ്ണുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ സ്ക്രീൻസോ അല്ലെങ്കിൽ ഗോഗിൾസോ കൊണ്ടുവരണമെന്ന് ആര് റെക്കമെൻഡ് ചെയ്യുന്നു? സ്റ്റേറ്റ് ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്യുന്നു എന്നാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഐസ് എന്നുള്ള ഹെഡിങ്ങിൽ സെക്ഷൻ 35 പറയുന്നു. ഓക്കെ. And the next one, precaution against dangerous gases, fumes and others. ഇനി എന്താ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ്? നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നു ഗ്യാസ്, ഫ്യൂംസ് ഒക്കെ. ഇത് അതുപോലെ തന്നെ, അതായത് ഇതും ഒരു സേഫ്റ്റി മെഷർമെന്റിന്റെ ഭാഗമാണ്. അതായത് എംപ്ലോയീസിന്റെ സേഫ്റ്റിയെ നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് വർക്കേഴ്സ് ആർ നോട്ട് അലൗഡ് ടു വർക്ക് ഇൻ എനി ടാങ്ക് അല്ലെങ്കിൽ എനി ചേംബർ, വാറ്റ്, അതായത് വലിയ പൈപ്പൊക്കെ ഇല്ലേ, വലിയ പൈപ്പ്, മനുഷ്യന്മാരൊക്കെ കയറി ജോലി ചെയ്യാൻ പറ്റുന്ന ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ അങ്ങനത്തെ പൈപ്പുകൾ കൂട്ടിയിട്ടേക്കുന്നത് കാണാം അല്ലെ? കുട്ടികളൊക്കെ അതിന്റെ അകത്ത് കയറി കളിക്കുന്നത്. വലിയ ആൾക്കാര് ഇതുപോലെയുള്ള പൈപ്പ് ലൈനുകളൊക്കെ നമ്മുടെ ഫാക്ടറീസിന്റെ ഉള്ളിലുണ്ടാകും. അല്ലെങ്കിൽ വലിയ എന്താ പറയാ, വലിയ പാത്രങ്ങൾ, വെസൽസ് പോലത്തെ വലിയ സാധനം, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഉള്ളിലേക്കൊക്കെ കയറി പോകുമ്പോ അതിനകത്തൊക്കെ പോയിസണസ് ആയിട്ടുള്ള ഫ്യൂംസ്, വിഷവാതകങ്ങള്, ദാറ്റ് മേ ബി ഹസാർഡസ് ഫോർ ദ വർക്കർ, അതൊക്കെ ജോലിക്കാരെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര അപകടം നിറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഇതിനകത്തേക്കൊക്കെ പോകുമ്പോ അതിന് ആവശ്യത്തിന് ഒരു വിസ്താരം ഉണ്ടായിരിക്കും. സർക്കംഫറൻസ് മീൻസ് അതിന് അതിൻ്റെതായ ഒരു ചുറ്റളവ് ഉണ്ടായിരിക്കണം. ആ ചുറ്റളവ് ഒരു മനുഷ്യന് കയറി പോകാൻ സൗകര്യത്തോടെ കയറി പോയി ഇറങ്ങി വരാൻ പറ്റുന്ന ആ ഒരു സർക്കംഫറൻസിലുള്ള പൈപ്പിൽ കൂടെയൊക്കെ മാത്രമേ കയറാനോ ഇറങ്ങാനൊക്കെ പാടുള്ളൂ എന്നും, അതുപോലെ തന്നെ അങ്ങോട്ട് കയറി പോകുമ്പോഴൊക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബ്രീത്തിങ് എക്വിപ്മെന്റ് ഒക്കെ നമ്മുടെ കയ്യിൽ കരുതണം. ഇത്തരം കുഴൽക്കിണറിലൊക്കെ കുട്ടികൾ വീഴുമ്പോ നമ്മൾ അതിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, അതിനെ എങ്ങനെയാ പുറത്തേക്ക് എടുക്കാന്ന് അല്ലെ? ചിലപ്പോ ചില ആൾക്കാരായിരിക്കും അതിനകത്തേക്ക് ഇറക്കി വിടുക. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ ഫിലിംസിലെങ്കിലും കണ്ടിട്ടില്ലേ? നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? അതെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഇത് പോകുന്ന ആൾക്കാരെ ഇങ്ങനെ അങ്ങനെ തന്നെ വേഗം കൂടെ ഒരു എന്താ പറയാ, ഒരു മുൻകരുതലൊന്നും ഇല്ലാതെ പോണേ അല്ല. അവർക്ക് ഒരു ഓക്സിജനൊക്കെ കുഞ്ഞു സിലിണ്ടറൊക്കെ ഫിറ്റ് ചെയ്തിട്ട് മാസ്ക് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ബ്രീത്തിങ് എക്യുപ്മെന്റിന്റെ ഒക്കെ സപ്പോർട്ടോടുകൂടിയേ പോകുക. അപ്പൊ ഇതുപോലെയുള്ള വലിയ പൈപ്പ് ലൈൻസിലോ അതുപോലെ മനുഷ്യന്മാർക്ക് മാത്രം കയറി പോകാൻ പറ്റുന്ന അത്രയും ചെറിയൊരു മാൻ ഹോൾ പോലത്തെ സ്ഥലം അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബ്രീത്തിങ് ട്യൂബ്, പിന്നെ എന്താ പറയാ റോപ്പ്, ബെൽറ്റ്, വലിയ വട്ടമൊക്കെ വെച്ച് അവരെ ചുറ്റി വരച്ചിട്ട് അത് ബെൽറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് അവരെ താഴേക്ക് ഇറക്കുന്നു, മുകളിലേക്ക് കൊണ്ടുവരുന്നു, അതുവരെയൊക്കെ കാര്യങ്ങൾക്ക്. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള പെട്ടെന്നുള്ള അപകട സാധ്യതകളും ഉണ്ടെങ്കിൽ ഈ ഒരാൾ രക്ഷിക്കാൻ പോയിട്ട് മറ്റേ ആൾക്ക് കൂടി എന്തെങ്കിലും അപകടം വരേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെയൊക്കെ ഷിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരാനാണ് ഈ റോപ്പും ബെൽറ്റും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് വർക്കേഴ്സ് വെൻ ദേ ആർ വർക്കിംഗ് ഇൻ എ ഫാക്ടറി. ആ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്തരം പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അവർക്ക് ഇതുപോലെയുള്ള ചില എക്യുപ്മെന്റിന്റെ ഉള്ളിൽ കൂടിയൊക്കെ കയറാനും അതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ ഇതുപോലെയുള്ള നമ്മുടെ ശ്വാസം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ജീവൻ പിടിച്ചത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ബ്രീത്തിങ് എക്യുപ്മെന്റ്സും അതുപോലെ തന്നെ മറ്റ് സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ബെൽറ്റ്, റോപ്സ് ഒക്കെ വേണം അറ്റാച്ച് ചെയ്തിട്ട് വേണം അത്തരം കാര്യത്തിൽ കയറാൻ. മാത്രമല്ല ആ മാൻ ഹോൾസിന്, അതായത് ആ അത്തരം തരത്തിലുള്ള തുരങ്കങ്ങൾ പോലെയുള്ള അത്തരം പൈപ്പോ തുരങ്കോ എന്തെങ്കിലും ആവട്ടെ, അതിനകത്തേക്ക് കയറുമ്പോൾ അതിനാവശ്യത്തിന്
സർക്കംഫറൻസ് ഉണ്ടായിരിക്കണം, ചുറ്റളവ് ആവശ്യത്തിന് ഉണ്ടായിരിക്കണം. മനസ്സിലായോ? അതൊക്കെയാണ് പ്രിക്കോഷൻസ് അഗെയിൻസ്റ്റ് ഡേഞ്ചറസ് ഗ്യാസ്, ഫ്യൂംസ് ആൻഡ് അതേഴ്സ് എന്ന് സെക്ഷൻ 36 പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് റെക്കമെൻഡ് സം സർക്കംഫറൻസ്, അത്തരം മാൻഹോളിന് ഒരു പ്രത്യേക ചുറ്റളവ് വേണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ റെക്കമെൻഡ് ചെയ്യും. ഇത്ര ചുറ്റളവിനകത്തുള്ള സ്ഥാനത്ത് കൂടി ആളുകൾ കയറാനോ ഇറങ്ങാനോ പാടുള്ളൂ. അത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് കയറി വേറെ വെറുതെ കയറി പോകുന്നതല്ല, അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ഈ മാൻഹോൾസിന് ആവശ്യത്തിന് വിസ്തൃതി ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? സെക്ഷൻ 36 മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയത്. ചിലതിനൊക്കെ വിസ്തൃതി കുറവാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കൂടി ആളുകൾക്ക് കയറാൻ പാടില്ല എന്ന് തന്നെ നോട്ടിഫൈ ചെയ്യണം. സ്റ്റേറ്റ് ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്യാം. ഇന്ന സാധനത്തിന്റെ ഇടയിൽ ആളുകളൊന്നും പാസ് ചെയ്യാൻ പാടില്ല കേട്ടോ, കാരണം അതിനനുസരിച്ചുള്ള സർക്കംഫറൻസ് ഇല്ല. സോ ഡ്യൂ ടു സച്ച് റീസൺ, അതിന്റെ കാരണങ്ങൾ കൊണ്ട് ഈ പറയുന്ന സാധനത്തിന്റെ ഉള്ളിൽ കൂടി ഒന്നും ആളുകൾ കയറാൻ പാടില്ല. അപ്പൊ ആ ഒരു മാൻഹോളിന്റെ ആ ഒരു സർക്കംഫറൻസ് ഡിസൈഡ് ചെയ്യാനുള്ള ഒരു അധികാരം ആർക്കുണ്ട്? സ്റ്റേറ്റ് ഗവൺമെന്റിന് ഉണ്ട്. അതിന് ആ ഒരു ഇത്ര സർക്കംഫറൻസ് വേണമെന്ന് തീരുമാനിക്കാനും ഒക്കെ. അടുത്ത സെക്ഷൻ 36 A ആണ് കേട്ടോ. 36 പ്രിക്കോഷൻസ് അഗെയിൻസ്റ്റ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഗ്യാസ്, ഫ്യൂംസ് ആൻഡ് അതേഴ്സ് എന്ന് പറഞ്ഞു. അതിലെല്ലാം വീണ്ടും അടുത്തൊരു സെക്ഷൻ 36A ആണ് കേട്ടോ. പ്രിക്കോഷൻ റിഗാർഡിംഗ് യൂസ് ഓഫ് പോർട്ടബിൾ ലൈറ്റ്. പോർട്ടബിൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിങ്ങനെ കൊണ്ട് അവിടെ പോകുമ്പോ കൈ പിടിച്ചിട്ട് പോകാൻ പറ്റുന്ന ലൈറ്റ്. ഇങ്ങനെയുള്ള മാൻഹോൾസിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലത്തെ ചെറിയ ടാങ്കുകൾ, അതായത് കയറി ഉള്ളിലേക്ക് കയറി പോകേണ്ട ടാങ്ക്, അല്ലെങ്കിൽ വലിയ ബാറ്റ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടകം എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ വലിയത്. ചില സാധനം ഫാക്ടറീസിലൊക്കെ ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടാവും, പലതൊക്കെ മിക്സ് ചെയ്യുന്ന സാധനം. അപ്പൊ അതിനകത്ത് ഇറങ്ങിയൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സാധനം. അപ്പൊ അതിനകത്തേക്ക് കയറുമ്പോ നീഡ് സം ലൈറ്റ്സ്, വെട്ടം വലിച്ചു വേണ്ടി വരും അല്ലെ, ഈ സാധനത്തിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ. അപ്പൊ അങ്ങനെ വരുമ്പോ അതിന്റെ അകത്തേക്കൊക്കെ പോകാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനൊരു 24 വോൾട്ട്സ് മാത്രമേ അതിന് എന്താ പറയാ അത്ര സ്പേസിലേക്ക് പോകുമ്പോൾ നമ്മൾ അനുവദിച്ചിട്ടുള്ളൂ. ആ ഒരു പോർട്ടബിൾ ലൈറ്റിന്റെ ആ ഒരു ഇതാണ് പറഞ്ഞേക്കുന്നത്, വോൾട്ടേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. 24 വോൾട്ട്സിന്റെ ആ ഒരു ഇലക്ട്രിക് ലൈറ്റ് അല്ലെങ്കിൽ പോർട്ടബിൾ ലൈറ്റ് അവർ ഉപയോഗിച്ചിട്ടാണ് ഇത്തരം സാധനങ്ങളുടെ ഉള്ളിലേക്ക് കയറാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം എന്താ, ലൈറ്റിന്റെ ചൂട് കൂടുതലാണെങ്കിൽ, വോൾട്ട് കൂടിയ ഇത് വെച്ചിട്ടാണ് ലൈറ്റ് വെച്ചിട്ടാണ് അങ്ങോട്ട് കയറി പോകുന്നതെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ സ്പാർക്കോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്താകാം, അത് വലിയ എക്സ്പ്ലോഷന് കാരണമാകാം. അപ്പൊ അതിനെയൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇത്രയും വോൾട്ട് ആയിട്ട് ഒരു ചെറിയ ഒരു ലിമിറ്റേഷൻ അങ്ങനെ വെച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റ് using voltage more than 24 volt must not be allowed inside എന്നാ പറഞ്ഞേക്കണേ. any confined space, tank, pipe, chamber, vat or flow. വലിയ പൈപ്പ് അല്ലെങ്കിൽ ചേംബർ പോലെയുള്ള സാധനങ്ങൾ, വലിയ കുട്ടകം പോലെയുള്ള സ്ഥലത്ത് ഒക്കെ കയറി പോകുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റിന് 24 വോൾട്ട്സിനേക്കാൾ അധികമാകാൻ പാടില്ല. അത് വളരെയധികം അപകടത്തിലേക്ക് പോകും. അതുകൊണ്ടാണ്. മനസ്സിലായോ? ഓക്കെ. അടുത്തത് എക്സ്പ്ലോസീവ് ഓർ ഇൻഫ്ലേമബിൾ ഡസ്റ്റ്, ഗ്യാസ് എക്സെട്ര. ഇനിയും അതെ, if the factory is proceeding with some production process, ചില ഫാക്ടറീസിലൊക്കെ ഉത്പാദന പ്രക്രിയയാണല്ലോ, ഭയങ്കരമായിട്ടുള്ള പ്രൊഡക്ഷൻ, റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് അതൊക്കെ ഉത്പാദിപ്പിക്കുന്ന പ്രോസസിങ് നടക്കുന്ന ഫാക്ടറീസിൽ അവിടെ എങ്ങനെ വന്നാലും നമുക്കറിയാം ഡസ്റ്റ്, ഫ്യൂംസ്, ഗ്യാസ്, വൈപ്പേഴ്സ് എക്സെട്ര അല്ലെ. അവിടെ പൊടിപടലുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ എന്താ പറയാ പലതരത്തിലുള്ള പുക വാതകങ്ങൾ ഉണ്ടാകും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രിവെന്റീവ് മെഷേഴ്സ് ഷുഡ് ബി ടേക്കൺ. ഇത്തരം സാധനങ്ങളിൽ ഒക്കെ നമ്മൾ ഉണ്ട്. എന്ത് പറ്റും? ഫാക്ടറീസ് തീർച്ചയായിട്ടും ചില പ്രിക്കോഷൻസ് എടുക്കണം. പലതരത്തിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അവിടെയൊക്കെ ഇഷ്ടംപോലെ പൊടിയും പടലോ അതും ഗ്യാസുകളൊക്കെ ആണല്ലോ. ഇത് ഏതെങ്കിലുമൊക്കെ ഗ്യാസുകൾ മറ്റെന്തെങ്കിലുമായിട്ട് പ്രവർത്തിച്ച് വലിയ എക്സ്പ്ലോഷൻസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ ടു അവോയ്ഡ് അതിന് എന്ത് ചെയ്യണം? ചില
നടപടികള് എന്താ പറയാ മുൻകരുതലുകള് ഫാക്ടറീസ് എടുക്കണം. എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. 3 പോയിന്റ്. ഇഫക്റ്റീവ്ലി കവറിംഗ് ഓൾ ദ മെഷീനറി ഓർ പ്ലാൻസ് യൂസ്ഡ് ഇൻ ദ പ്രൊസീജിയർ. ഇത്തരം പ്രൊസീജിയേഴ്സ്, പ്രൊഡക്ഷൻ പ്രൊസീജിയേഴ്സ് നടക്കുന്ന സ്ഥലത്ത് എല്ലാ മെഷീനറീസും വളരെ ഇഫക്റ്റീവായിട്ട് കവർ ചെയ്തിട്ടാണ് സൂക്ഷിക്കേണ്ടത്. അത്തരം മെഷീൻസ് ഒക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇടാണ്ട് കവർ ചെയ്താണ് അത് ചെയ്യേണ്ടത്, പ്രവർത്തിപ്പിക്കേണ്ടത് അതെന്നാണ് പറയുന്നത്. പിന്നെ ഡിസ്പോസിംഗ് ഓഫ് അവോയ്ഡിങ് കളക്ഷൻ ഓഫ് ഡസ്റ്റ്, അതായത് നമ്മുടെ ഫാക്ടറിക്കകത്ത് ഇതുപോലെ ഒരുപാട് പൊടിയും എന്താ പറയാ ഇത്തരം ഫ്യൂംസും വേപ്പേഴ്സും ഒക്കെ ഇങ്ങനെ ഗ്യാസും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ അനുവദിക്കാതിരിക്കുക. അപ്പൊ അത് അനുവദിക്കാതിരിക്കണമെങ്കിൽ അത് പുറത്തേക്ക് വലിച്ചു കളയുന്ന ഏതെങ്കിലും ടെക്നിക്കൊക്കെ ഉപയോഗിക്കുക. പൊടിയൊക്കെ തങ്ങുന്നത്, ആ പൊടിയൊക്കെ പുറത്തേക്ക് പോകുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇതുപോലെ അടച്ചു മൂടിയ ആ ഫാക്ടറിക്കകത്ത് തന്നെ തങ്ങി നിൽക്കാതെ, അത് തങ്ങി നിൽക്കുമ്പോഴാണ് പിന്നീട് വലിയ എക്സ്പ്ലോഷൻസിലേക്ക് പോകുക. അതില്ലാതിരിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. പിന്നെ പ്രൊഹിബിറ്റിംഗ് എനി കവറിംഗ് ഓഫ് എനി കൈൻഡ് ഓഫ് എക്സ്പ്ലോസീവ്, എന്തെങ്കിലും സ്ഫോടനാത്മകമായ വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ എന്ത് ചെയ്യണം, കവർ ചെയ്തതിനും പല എക്സ്പ്ലോഷൻസിനെയും നമുക്ക് പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റും. അത്തരം എക്സ്പ്ലോഷണറി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കവർ ചെയ്ത്, അതായത് മൂടി തന്നെ അതിനെ ഉപയോഗിക്കുക എന്നാണ്. മനസ്സിലായോ? വായിച്ചു നോക്കാമോ? Explosion or explosive or inflammable dust, gas, etc. 37, section 37 ആണ്. പറഞ്ഞിട്ട് അടുത്തത് പ്രിക്കോഷൻസ് ഇൻ കേസ് ഓഫ് ഫയർ. തീപിടുത്തത്തിന് എതിരെയുള്ള മുൻകരുതലുകളാണ് അടുത്തത്. പക്ഷെ അവിടെ സെക്ഷൻ മെൻഷൻ ചെയ്തിട്ടില്ല, നമ്മൾ അവിടെ ചേർക്കണം. സെക്ഷൻ 38, 7 കഴിഞ്ഞിട്ട് പിന്നെ 39 അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. സെക്ഷൻ 38 ആണ് പ്രിക്കോഷൻസ് ഇൻ കേസ് ഓഫ് ഫയർ. In case of fire, the employees have to be section 38 എന്ന് എഴുതണം കേട്ടോ. അതെ, എല്ലാ ഫാക്ടറീസും adequately അവർക്ക് എല്ലാ എക്യുപ്മെന്റുകളും to save the life of the employees in the circumstance of fire. ഏതെങ്കിലും രീതിയിൽ ഫാക്ടറീസിൽ എന്തെങ്കിലും അപകടങ്ങൾ തീപിടുത്തത്തിൽ മൂലം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റും ഉണ്ടായിരുന്നു. നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് നോക്കിയേ, എല്ലാ ഫ്ലോറിലും കാണാം ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്യാസിന്റെ സിലിണ്ടർ പോലത്തെ സാധനം സ്ഥാപിച്ചത് കണ്ടിട്ടുണ്ടാവും. ഹോസ്പിറ്റലിൽ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽസിലാണ് നമ്മൾ കണ്ട് പരിചയം കൂടുതലുണ്ടാകാം, മറ്റേത് ബിസിനസ് സ്ഥാപനങ്ങളിലേക്കാണ്. അപ്പൊ അതുപോലെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും ഉണ്ട്. ഇപ്പൊ ഇവിടെ ഒരു ഓഡിറ്റോറിയം നമ്മൾ പണിയാണെങ്കിൽ അവിടെ ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ വരണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഏതെങ്കിലും കാരണവശാൽ എങ്ങനെയും പറയാൻ പറ്റില്ല. ഇപ്പോഴൊക്കെ നമ്മൾ പല സ്ഥലത്തും അങ്ങനെ കേട്ട് കേൾവിയുണ്ട്. ഫാമിലിയൊക്കെ രാത്രി കിടന്നുറങ്ങിയിട്ട് അല്ലെ പെട്ടെന്ന് ഏതോ രീതിയിൽ തീ പിടിച്ചു, എങ്ങനെയാണെന്നറിയില്ല, ഫാമിലിയിൽ എല്ലാവരും മരിച്ചുപോയി, അങ്ങനെയൊക്കെ എന്തോരോ വാർത്തകൾ നമ്മൾ കേട്ടിരിക്കുന്നത്. അതെന്തുകൊണ്ട്, എങ്ങനെ നമ്മുടെ ഇലക്ട്രിക് വയേഴ്സ് ഒക്കെ ഷോർട്ട് ആയിട്ടും തീപിടുത്തം എക്സ്പ്ലോഷൻസ് ഉണ്ടാക്കാം. അപ്പൊ ഈ ഫയർ ഒക്കെ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകും ഫാക്ടറീസിലാകുമ്പോൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ എംപ്ലോയീസിന്റെ വർക്കേഴ്സിന്റെ ലൈഫിനെ സേവ് ചെയ്യാന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഫയർ എക്സിറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ അറേഞ്ച്മെന്റുകൾ ചെയ്യണം. പിന്നെ ചില ഡോർസ് ഒക്കെ മുന്നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുറക്കാൻ പറ്റുന്ന ഡോർ ആ രീതിയിലായിരിക്കണം. സ്ലൈഡിങ് ഡോർ ഒക്കെ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. സ്ലൈഡിങ് ഡോറിന് കണ്ടിട്ടുണ്ടല്ലോ, സ്ലൈഡ് ചെയ്യുന്നത് അങ്ങോട്ടേക്കും പോകാം ഇങ്ങോട്ടേക്കും വരാം. അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതും കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. ഫയർ കെടുത്താനുള്ള, തീപിടുത്തം ഉണ്ടായാൽ ഇനിയിപ്പോ ഏതെങ്കിലും കേസിൽ തീ പിടിച്ചു അങ്ങനെയാണെങ്കിൽ അതിനെ എന്താ പറയാ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാനുള്ള രീതികള്. ആൻഡ് ഓൾസോ ഈ ഫയർ എക്സിറ്റ്, ഫയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് പോകാണ്ട ചില എമർജൻസി എക്സിറ്റ് ഒക്കെ ഉണ്ട് അല്ലെ. വണ്ടികളിലൊക്കെ എഴുതി വെച്ചാൽ കണ്ടിട്ടുണ്ടോ നിങ്ങള്? എമർജൻസി എക്സിറ്റ് എന്ന് കണ്ടിട്ടുണ്ടോ? വലിയ വലിയ ബസ്സിനകത്ത്, ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ അത് അതുപോലത്തെ ക്ലോസ്ഡ് ആയിട്ടുള്ള AC ബസ്സുകളൊക്കെ അവിടെയും എമർജൻസി എക്സിറ്റ് എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ടായിരിക്കും. ചില്ല് തകർത്താൽ നമുക്ക് പെട്ടെന്ന് ബസ്സിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടായാൽ പെട്ടെന്ന് ആളുകളെ രക്ഷിക്കാനോ അല്ലെങ്കിൽ ആളുകൾക്ക് സ്വയം അല്ലെ പുറത്തേക്ക് ചാടാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വേ ആണ്, ഒരു വഴിയാണ്. അപ്പൊ അതുപോലെ ഫയർ എക്സിറ്റ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എല്ലാ ഭാഷയിലും ഒക്കെ ഇവിടെ എഴുതി വെച്ചിരുന്നു. ആളുകൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇന്ന സ്ഥലത്തിൽ കൂടിയാണ് പെട്ടെന്ന് രക്ഷപ്പെടേണ്ടത്,
എന്നുള്ളത്. ദാറ്റ് മീൻസ് ഓൾ വർക്കേഴ്സ് ഷുഡ് അണ്ടർസ്റ്റാൻഡ്. എഴുതി വെച്ചേക്കുന്ന ഭാഷ ആൾക്കാർക്ക് മനസ്സിലാക്കണം, എല്ലാ ജോലിക്കാർക്കും. വർക്കേഴ്സ് ആണ്, ചിലപ്പോൾ അവർക്ക് ഏതെങ്കിലും ഇംഗ്ലീഷിൽ എഴുതി വെച്ച് ചിലപ്പോൾ അവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് എല്ലാ ലാംഗ്വേജിലും അത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കണം. ആൻഡ് ഓൾസോ ഈ ഫയർ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഒരു ലൗഡ്, ഒരു വാർണിംഗ് പോലെ നമ്മൾ നമ്മുടെ വോയിസ് കൊണ്ട് തന്നെ, ഇൻ ലൗഡ് ആൻഡ് ക്ലിയർ വോയിസ് അല്ലെ, വളരെ ഒച്ചത്തിലും വളരെ വ്യക്തമായിട്ടും അതെ ഫയർ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആളുകളെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അതാണ് പ്രിക്കോഷൻസ് ഇൻ കേസ് ഓഫ് ഫയർ. പിന്നെ എല്ലാ റൂമിലും, അതായത് ഓരോ ഒരു ഫാക്ടറിക്ക് അകത്തുള്ള ഓരോ റൂമുകളൊക്കെ ഉണ്ടെങ്കിൽ ആ റൂമിലൊക്കെ ഓരോ പാസേജ് ഉണ്ടായിരിക്കും, ഇടനാഴി. അതിൽ കൂടെയൊക്കെ പെട്ടെന്ന് ആളുകൾക്ക് കൺവീനിയന്റ് ആയിട്ട് പോകാനൊക്കെ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഒരു മുറിയിൽ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്ത വഴിയൊന്നും ഇല്ലാണ്ട് ഇരിക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് ആ ഫയർ ഉണ്ടാകുമ്പോൾ ഓടി രക്ഷപ്പെടാൻ ഇതുണ്ടാവില്ല. അതുകൊണ്ട് ഓരോ പാസേജും ഇടനാഴിയൊക്കെ എല്ലാത്തിലും വേണം എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ സ്റ്റേറ്റ് ഗവൺമെന്റും ഇത് കൃത്യമായിട്ട് റൂൾ ആയിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഫോർ ദ റെക്കമെൻഡേഷൻ ഓഫ് എസ്കേപ്പിംഗ് ഫ്രം ഫയർ. എന്തിനു വേണ്ടിയിട്ട്? ഫയറിൽ നിന്നും വർക്കേഴ്സിനെ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ദ ചീഫ് ഇൻസ്പെക്ടർ, ചീഫ് ഇൻസ്പെക്ടർക്കാണ് ആ സ്ഥാപനത്തിലെ അല്ലെങ്കിൽ ഫാക്ടറിയിലെ ചീഫ് ഇൻസ്പെക്ടർ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ പോയി നോക്കണം, ഡീറ്റെയിൽ ആയിട്ട് മെഷർ ചെയ്യണം എല്ലാ കാര്യങ്ങളും ഇതാണോ, എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫയർ ഒക്കെ അറിയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുക വേണം. ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ട് ചെയ്യണം, അത് തീർച്ചയായിട്ടും അവർ ചെയ്യും. ആൻഡ് ഓൾസോ ഈ ഇൻസ്പെക്ട് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ എന്താ പറയാ, അവർക്ക് ദേ ഹാവ് ദ പവർ, അവർക്ക് തന്നെ അധികാരം ഉണ്ട്. ഈ ഫയർ എക്സിറ്റ് ചെയ്യുന്ന, ഫയറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ഉണ്ടല്ലോ, പഴയ രീതികൾ തന്നെ അവലംബിക്കണം എന്നില്ല. ദർ ആർ ന്യൂ വേസ്, പുതിയ പുതിയ രീതികൾ ഉണ്ടെങ്കിൽ ആ രീതികൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്തേക്കും. മനസ്സിലായാതെ പറഞ്ഞും അതുപോലെ എഴുതിയും ഒക്കെ ഇന്ന രീതിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്നുള്ള കാര്യമൊക്കെ അവിടെ നോട്ടിഫൈ ചെയ്യണം. ക്ലിയർ ആയോ? പുതിയ പുതിയ പ്രൊവിഷൻസ് കൊണ്ടുവരാനുള്ള അധികാരം ഫോർ എസ്കേപ്പിംഗ് ഫ്രം ഫയർ, ഫയറിൽ നിന്ന് രക്ഷപ്പെടാൻ. ചിലപ്പോ പണ്ടത്തെ രീതിയൊക്കെ മാറി, അയ്യോ പണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾ തീർത്തുണ്ടായാൽ രക്ഷപ്പെടില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ പുതിയ പുതിയ മാറ്റങ്ങൾ വരുമല്ലോ. ഒരു ഇക്കോണമിയിൽ ഒരുപാട് മാറ്റങ്ങൾ പല കാലഘട്ടങ്ങൾ കൊണ്ടുണ്ടാകും. അപ്പൊ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറണ്ടേ? ഞങ്ങൾ ഇങ്ങനെയായിരുന്നു ചെയ്തോണ്ടിരുന്നെന്ന് പറഞ്ഞാൽ പഴയ ഇതുമ്പോ തന്നെ പിടിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. സോ അക്കോർഡിംഗ് ടു ദ ചേഞ്ചസ് ഇൻ ഇക്കോണമിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് ഇതുപോലുള്ള പല കാര്യങ്ങളും മാറ്റങ്ങൾ കൊണ്ടുവരും. അങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരുന്ന രീതി പണ്ട് ഫാക്ടറി ആക്ട് 1948 സ്ഥാപിതമായ ഈ നിയമങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ടെക്നിക്സ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിച്ചാൽ നമുക്ക് കൂടുതൽ രക്ഷപ്പെടാനുള്ള ചാൻസസ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് നടപ്പിലാക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ചീഫ് ഇൻസ്പെക്ടർക്ക് ഉണ്ട്. അത് പക്ഷെ എഴുതിയും പറഞ്ഞും ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് മാത്രം. ക്ലിയർ ആയോ? ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ലാസ്റ്റ് സെന്റൻസ് അതിനകത്ത് സെക്ഷൻ 38 നിങ്ങൾ എല്ലാവരും ചേർത്ത് എഴുതി വെച്ചോ. പ്രിക്കോഷൻസ് ഓൺ ഇൻ കേസ് ഓഫ് ഫയർ. സെക്ഷൻ 38 ആണ്. അതില് ലാസ്റ്റത്തെ സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ചെയ്തോ? അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ. യെസ്. അടുത്തത് സ്പെസിഫിക്കേഷൻസ് ഓഫ് ഡിഫക്റ്റീവ് പാർട്സ് ഓർ ടെസ്റ്റ് ഓഫ് സ്റ്റെബിലിറ്റി. അതായത് ഫാക്ടറീസിൽ വീണ്ടും ഏതെങ്കിലുമൊക്കെ മെഷീൻസിന്റെയോ എക്യുപ്മെന്റ്സിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങളുടെയൊക്കെ ഡിഫക്റ്റീവ് പാർട്ടുകൾ ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ചിലപ്പോൾ കേടുപാട് വന്ന് കിടക്കുന്നു, മോശമായി കിടക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഫോൾട്ടി പാർട്സ് ഒക്കെ അല്ലെങ്കിൽ ആ കേടുപാടായി കിടക്കുന്ന ഭാഗങ്ങളൊക്കെ അതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഇൻസ്പെക്ടർ എപ്പോഴും കൊടുത്തിരിക്കണം. എന്ന് വെച്ചാൽ ഇന്ന മെഷീൻ കേടുപാടാണ്, അല്ലെങ്കിൽ അത് വർക്കിംഗ് കണ്ടീഷൻ അല്ല, അതിന്റെ ഇന്ന കാര്യം കൊണ്ട് അല്ലെങ്കിൽ ഇന്ന സാധനം പ്രവർത്തിക്കുന്നില്ല, അതെന്താണെന്ന് വെച്ചാൽ വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് വളരെ ശരിയായ രീതിയിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് അത് ഇൻസ്പെക്ട് ചെയ്ത് കൃത്യമായിട്ട് ആളുകളിൽ ആർക്കാണോ ഇത് എത്തിക്കേണ്ടേ, ഇത് പുതിയത് മാറ്റി സ്ഥാപിക്കണോ അല്ലെങ്കിൽ പുതിയത് ഇത് റിപ്പയർ ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമല്ലോ, അത് മാനേജർ അറിയിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ 40 പാർട്സ് ഓഫ് ഈച്ച് ആൻഡ് എവറി മെഷീനറി.
ഓരോ മെഷീൻസിന്റെയും എക്യുപ്മെന്റ്സിന്റെ ഒക്കെ 40 പാർട്സ് അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ എന്തെങ്കിലും മോശമായി കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ മാനേജറുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നാലേ ഇതിനൊക്കെ എന്തെങ്കിലും തീരുമാനമാവുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം, അത് വ്യക്തമായിട്ട് എഴുതി വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതില് സെക്ഷൻ 39 സ്പെസിഫിക്കേഷൻ ഓഫ് ഡിഫക്റ്റീവ് പാർട്സ് ഓർ ടെസ്റ്റ് ഓഫ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നതിൽ ക്ലിയർ ആയോ? മനസ്സിലായോ? സെക്ഷൻ 39 വായിച്ചു നോക്കാമോ? പറയട്ടെ, അടുത്തത് സെക്ഷൻ 40 സേഫ്റ്റി ഓഫ് ബിൽഡിംഗ്സ് ആൻഡ് മെഷീൻസ്. സേഫ്റ്റി ഓഫ് ബിൽഡിംഗ്സ് ആൻഡ് മെഷീൻസ് സെക്ഷൻ 40 പറയട്ടെ. ഓക്കെ, അപ്പൊ ഇതിലും ഇതൊക്കെ ഈ കുറച്ച് ഇൻസ്പെക്ടറിന്റെ ഡ്യൂട്ടീസ് ആണ് കേട്ടോ. അതിലൊരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിന്റെ സേഫ്റ്റി എത്രത്തോളം ഉണ്ട്, കാരണം ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്ന ഫാക്ടറീസ് ആയിരിക്കും, ചിലപ്പോ 100 കണക്കിന് ആൾക്കാരൊക്കെ ജോലി ചെയ്യുന്ന ഒരു ഫാക്ടറി, അതിന്റെ ആ ഒരു സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ആ മെഷീന്റെ അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ഏത് ബിൽഡിംഗ് ആയിട്ടാണ് മെഷീനറി ആയിക്കോട്ടെ, ഇവരാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അവിടുത്തെ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിനകത്ത് ജോലി ചെയ്യുന്നത് എംപ്ലോയീസ് ആണ്, വർക്കേഴ്സ് ആണ്. സോ ദേ ഹാവ് ടു ബി സേഫ്. ഓരോ മനുഷ്യന്റെയും ജീവന് വളരെയധികം വിലയുണ്ട്, അവരെപ്പോഴും സേഫ്റ്റി ആയിട്ട് ജോലി ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഇൻസ്പെക്ടർ അതൊക്കെ നോക്കി അതിന്റെ സേഫ്റ്റി ഒക്കെ ഉറപ്പുവരുത്തണം. ആൻഡ് ഹി ഹാവ് സം സജഷൻസ്. ആ ഇൻസ്പെക്ടർ താൻ കണ്ടെത്തുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഈ മെഷീന്റെ എന്തെങ്കിലും കേടുപാടുണ്ട്, അത് റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ബിൽഡിംഗ് അവിടെ ഇടിഞ്ഞു വീഴാറായി കിടക്കാണ്, അവിടെ ഒരുപാട് വർക്കേഴ്സ് ജോലി ചെയ്തതാണ്, ഇതെല്ലാം എന്ത് ചെയ്യാം കൃത്യമായിട്ട് നമ്മുടെ ഓണേഴ്സിനെയോ അല്ലെങ്കിൽ മാനേജറിനെയോ അവരെന്ത് ചെയ്യും, ഇൻസ്ട്രക്ട് ചെയ്യണം, അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ എഴുതി അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് ഇത്ര സമയത്തിനുള്ളിൽ നമ്മളത് ശരിയാക്കണം, റെഡിയാക്കണം. ബിൽഡിംഗ് ആണെങ്കിൽ വീഴാൻ കിടക്കുന്നു, അത് എത്രയും പെട്ടെന്ന് പൊളിച്ച് ശരിയാക്കി പണിതില്ല എങ്കിൽ അത് ഇറ്റ് വിൽ ബി എന്തായിരിക്കും, ഇറ്റ് വിൽ ബി എ വെരി റിസ്ക് ഫോർ ദ വർക്കേഴ്സ് ടു വർക്ക്. അവിടെ ജോലി ചെയ്യാനായിട്ട് വർക്കേഴ്സിന് വളരെ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഇൻസ്പെക്ടർ അത് കൃത്യമായിട്ട് മാനേജറെയോ ഓണറെയോ എത്തിക്കണം അല്ലെ. അപ്പൊ ഇതൊക്കെ ഇൻസ്പെക്ട് ചെയ്യുന്ന ആളുകളുടെ ഡ്യൂട്ടിയാണ്. ഇൻസ്പെക്ട് ചെയ്യുന്ന ആളുകൾ അത് ഇൻസ്പെക്ട് ചെയ്ത് എഴുതി തന്നെ ആരോട് പറയണം, മാനേജേഴ്സിനോട് അല്ലെങ്കിൽ ഓണറോട്. അതെന്താ എഴുതി പറയണമെന്ന് പറയാൻ കാരണം അതെന്തായിരിക്കും, എഴുതി തന്നെ അവരെ അറിയിച്ചിരിക്കണം എന്ന് പറയാൻ കാരണം എന്താ? കാരണം അല്ലെങ്കിൽ പിന്നീട് നമ്മൾ നേരത്തെ ഒരു സെന്റൻസ് പഠിച്ചു, എന്ത് പഠിച്ചു, ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ഏത് ഫാക്ടറീസിന്റെയും ഓണർക്കോ അല്ലെങ്കിൽ അതിന്റെ എംപ്ലോയർക്കോ ഒരു സെക്കൻഡ് റെസ്പോൺസിബിലിറ്റി അല്ല, അല്ലെങ്കിൽ ഒരു നോൺ ട്രാൻസ്ഫറബിൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞേക്കണേ. ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പാടില്ല അവിടുത്തെ സേഫ്റ്റിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. എംപ്ലോയീസിന്റെ സുരക്ഷിതത്വം, അവിടുത്തെ ജോലി ചെയ്യുന്ന ചുറ്റുപാടില് അവിടുത്തെ സുരക്ഷിതത്വം തീർച്ചയായിട്ടും എംപ്ലോയറുടെ കയ്യിലാണ്. അത് മറ്റൊരാളുടെ തലയിലേക്ക് കൊണ്ടുവന്ന് വെക്കാൻ പറ്റില്ല. എന്തെങ്കിലും അപകടം ഉണ്ടായി, എന്തെങ്കിലും വലിയ അപകടം വന്നു, മരിച്ചുപോയി എന്നൊക്കെയാണെങ്കിൽ ഇത് എന്റെ അനാസ്ഥയല്ല, ഞാനല്ല ഇത് ഉത്തരവാദി എന്നും പറഞ്ഞു ഒഴിമാറും. അപ്പൊ അത് ഒഴിമാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്പെക്ടേഴ്സ് ഇൻസ്പെക്ടിങ് അവർ ബിൽഡിങ്ങും മെഷീനറിയും ഒക്കെ ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് അതിന് എന്തെങ്കിലും ഫോൾട്ടി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻസ്ട്രക്റ്റഡ് ടു ദ ഓണർ ഓർ മാനേജർ ഇൻ റിട്ടേൺ. എഴുതി തന്നെ അവർക്ക് കൊടുക്കുക. കാരണം എന്താ, നമ്മളത് അതുകൊണ്ടാണ് പറഞ്ഞ് സൂചിപ്പിക്കണമെങ്കിൽ അതെ അവിടുത്തെ ബിൽഡിംഗ് അത് ഇടിഞ്ഞു വീഴാറായി കിടക്കാൻ കേട്ടോ, 10-25 പേര് അവിടെ നിന്ന് ജോലി ചെയ്യുന്നത്, എപ്പോഴാണ് ഇടിഞ്ഞു വീഴുന്നതെന്ന് അറിയില്ല, അതിങ്ങനെ വാങ്ങുന്നു എന്ന് പറയുന്നു. അപ്പൊ മാനേജർ അല്ലെങ്കിൽ ഓണർ അതിനെയൊക്കെ വളരെ നിസ്സാരമായിട്ട് വിചാരിക്കുകയാണ്. അപ്പൊ അവരുടെ ലൈഫല്ലേ അല്ലെങ്കിൽ അവരുടെ ജീവനല്ലേ, നമുക്ക് അതിൽ വലിയ കാര്യമൊന്നുമില്ല, അത് വലിയ കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. പക്ഷെ എന്തെങ്കിലും വന്നുപോയി കഴിയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അത് സൂചിപ്പിച്ചില്ല എന്ന് ചോദ്യഭാഗം എവിടെ നിന്ന് വരും? മാനേജറിന്റെ അല്ലെങ്കിൽ ഓണറിന്റെ ഭാഗത്തുനിന്ന് വരും. മറ്റേതാണെങ്കിലോ എഴുതി അവരെ ഇൻസ്ട്രക്ട് ചെയ്തിരിക്കുന്നു, ഇന്ന കാര്യമുണ്ട്, ഇന്ന ബിൽഡിങ്ങിന്റെ ഇന്ന പാർട്ട് ഇന്ന ഭാഗത്തുള്ളത് എന്നൊക്കെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു ഇതായിട്ട് അവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇവരുടെ റെസ്പോൺസിബിലിറ്റി തീർന്നു. ആർക്കാണ് ഉത്തരവാദിത്തം? എംപ്ലോയർ അത് ചെയ്തിരിക്കണം വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം. ആ ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ അത് പണി എന്താ പറയാ, റിപ്പയർമെന്റ് ആണോ പണിയാണോ എന്താന്ന് വെച്ചാൽ അത് ചെയ്യണം. ഓക്കെ, അതല്ല എങ്കിൽ അതിന്റെ ഓണർ അല്ലെങ്കിൽ മാനേജർ തന്നെയായിരിക്കും അതിൽ നിന്ന് ഉണ്ടാകുന്ന ഏത്
എന്താ പറയാ ഡാമേജോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആക്സിഡൻസിനോ ഉത്തരവാദി. ക്ലിയർ ആയോ? സേഫ്റ്റി ഓഫ് ബിൽഡിംഗ് ആൻഡ് മെഷീൻസ് സെക്ഷൻ 40 മനസ്സിലായോ? ഓക്കെ, വായിച്ചു നോക്കിയോ ഒന്ന്. നമുക്ക് തന്നെ വായിച്ചാലും നമുക്ക് തന്നെ സ്വയം ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ശരിയാണ്, അതങ്ങനെയാണ്. എഴുതി തയ്യാറാക്കി അല്ലെങ്കിൽ ഒരു ലെറ്റർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ ആയിട്ടോ എഴുതിയിട്ട് മാനേജറുടെ ടേബിളിൽ എത്തിച്ചോ, കുഴപ്പമില്ല. നമ്മുടെ ഭാഗം ക്ലിയർ ആക്കി വെക്കുക. നമ്മളത് പറയേണ്ടടുത്ത് പറഞ്ഞു, നമ്മളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. അത് ചെയ്യിപ്പിക്കേണ്ടത്, ആ ജോലി ചെയ്തു അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിന്റെ റിപ്പയർമെന്റ് ചെയ്യേണ്ടത് അത് ഓണർ അല്ലെങ്കിൽ മാനേജേഴ്സിന്റെ ഭാഗത്തു നിന്നാണ്. സോ അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സെക്ഷൻ 41, പവർ ടു മേക്ക് റൂൾസ്. നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഏതെങ്കിലും മെഷീൻസ്, പുതിയതായിട്ട് കൊണ്ടുവരുന്ന മെഷീൻസ്, അതുപോലെ തന്നെ മെഷീൻസിന്റെ ഒക്കെ സേഫ്റ്റി, വർക്കേഴ്സ്, അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ സേഫ്റ്റി മെഷേഴ്സ്, ഇതൊക്കെ കൃത്യമായി നടപ്പിലാക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ആർക്കുള്ളത്? സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. മനസ്സിലായോ? കാരണം ഒരു ഓർഗനൈസേഷനിൽ, ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ജീവന് വളരെ വിലയുണ്ട്. സാധാരണ ബാക്കിയുള്ള മനുഷ്യന്മാരെ പോലെ തന്നെ, വെദർ റിച്ച് ഓർ പുവർ, അല്ലെ, പാവപ്പെട്ടവൻ പണക്കാരനൊന്നും ഒരു വ്യത്യാസമില്ല. ജീവൻ എല്ലാവർക്കും ഒരേപോലെയാണ്. ആ ഒരു ജീവൻ നമ്മളിൽ നിന്ന് വേർവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും വെറും ഒരു പേരിൽ അറിയപ്പെടുന്നവരാണ്, അല്ലെ? എല്ലാവരെയും ആ രീതിയിലേ കാണുള്ളൂ. വെറും ആ ഒരു പേര് മാത്രമാണ് ബാക്കി എല്ലാവർക്കും വരിക. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ലൈഫിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അവര് ജോലി ചെയ്താലും നമ്മളുടെ ബിസിനസ് മുന്നോട്ട് പോകുള്ളൂ, ഫാക്ടറി വർക്കിംഗ് കണ്ടീഷനിലാകുള്ളൂ, അല്ലെ? അപ്പൊ അവരുടെ ലൈഫിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, സേവ് ചെയ്യണം. ഇനിയും നാളെ ഒരാൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരാൾക്ക് പകരം നമ്മൾ വേറൊരാളെ എടുക്കാമെന്ന് വെച്ചാൽ ഇവിടെ വലിയ പ്രൊട്ടക്ഷൻ ഇല്ല. നമുക്ക് നമ്മുടെ ജീവിതം ഒരു വിലയും കൽപ്പിക്കാത്ത കുറെ ആൾക്കാരാണ് അവിടെ ആ ഫാക്ടറിയിൽ ഉള്ളവര് അല്ലെങ്കിൽ അതിന്റെ എംപ്ലോയർ എന്ന് തോന്നലും മനുഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടായാൽ ആരെങ്കിലും ഒരു ജോലിക്ക് വരില്ല. മനസ്സിലായി? അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന് അതിനുള്ള അധികാരമുണ്ട് to make the rules and regulations which is related to new machines. അതായത് പുതിയ മെഷീൻസിനെ സംബന്ധിക്കുന്നത്, അതുപോലെ തന്നെ സേഫ്റ്റി മെഷേഴ്സ് ഓഫ് എംപ്ലോയീസ്, ജോലിക്കാരെ സംബന്ധിക്കുന്ന സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ കൊണ്ടുവരാൻ, നടപ്പിലാക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട് എന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? എല്ലാത്തിനും പുറമെ സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് ഇതിന്റെ എല്ലാം അധികാരം. ഓക്കെ. സെക്ഷൻ 41 ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. സെക്ഷൻ 41 അണ്ടർലൈൻ ചെയ്യാം. യെസ്, ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് നമ്മുടെ ഗ്രീവൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അവസാനത്തെ ഭാഗമാണ് ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയീസ് സേഫ്റ്റി അറ്റ് വർക്ക് പ്ലേസ്. നമ്മൾ മറ്റേ പഠിച്ചു, എംപ്ലോയീസ് ഹെൽത്തിന്റെ പ്രാധാന്യം പഠിച്ചു, അല്ലെ? എന്തിനാണ് വർക്ക് പ്ലേസിൽ എംപ്ലോയീസിന്റെ ഹെൽത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്? അത് നമ്മൾ പഠിച്ചു. കുറച്ച് പോയിന്റ്സ് ഒക്കെ സെയിം തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ എന്താണ് ഇവിടെ എംപ്ലോയീസിന്റെ സേഫ്റ്റി, വർക്ക് പ്ലേസ്, അതുകൊണ്ടുള്ള പ്രാധാന്യം എന്താണ്? എന്തിനാണ് എംപ്ലോയീസിന്റെ സേഫ്റ്റിക്ക് നമ്മൾ ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്? തീർച്ചയായിട്ടും പ്രാധാന്യം കൊടുക്കണം. അത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തേത് അവോയ്ഡിങ് ആക്സിഡൻസ് ഒഴിവാക്കാൻ, അല്ലെ? നമ്മൾ എംപ്ലോയീസ് സേഫ്റ്റി മെഷേഴ്സ് എടുക്കാതെ പല ജോലികളും ചെയ്യുന്നു, അതിൽ നിന്ന് പല അപകടങ്ങളും ഉണ്ടാകുന്നു, ഈവൻ മരണത്തിലേക്ക് ചിലപ്പോൾ പോകാനും സാധ്യതയുണ്ട്. അപ്പോ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ സേഫ്റ്റി തീർച്ചയായിട്ടും ആക്സിഡന്റുകളെ കുറയ്ക്കാൻ നമുക്ക് വളരെയധികം ഉപകരിക്കും. മനസ്സിലായോ? അപ്പൊ നമ്മൾ വേണ്ടത്ര പ്രിക്കോഷൻസ് എടുത്ത് നമ്മൾ ജോലി ചെയ്യുന്നു. ഇപ്പൊ നമ്മളിവിടെ ഒരുപാട് നിയമങ്ങൾ പറഞ്ഞു സെക്ഷൻസിൽ, അല്ലെ? ഇപ്പൊ ഇത്ര ഹൈറ്റിനകത്ത് മുകളില് കയറി നിൽക്കുന്നവരുണ്ടെങ്കിൽ അതിന്റെ താഴെ എന്താ പറയാ ഒരു ഫെൻസിങ്, ഒരു വേലി പോലെ എന്തെങ്കിലും എന്താ പറയാ നെറ്റോ മറ്റു കാര്യമൊക്കെ മുകളിൽ നിന്ന് ഒരാൾ വീഴുമ്പോ അവര് എന്താ പറയാ സെക്യൂർ ആയിട്ട് താഴേക്ക് എന്താ പറയാ വലിയ ആഘാതമില്ലാതെ എത്താൻ വേണ്ടിയിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ലിഫ്റ്റ് ഒക്കെ നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു, അല്ലെ? പിന്നെ കുഴി ഇതുപോലെയുള്ള വിള്ളലൊക്കെ ഉള്ള സ്ഥലത്ത് അതിൻ്റെതായ ഒരു ഡേഞ്ചർ, ഒരു എന്താ പറയാ ഒരു വാണിംഗ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള മെഷേഴ്സ് ഒന്നും എടുക്കാതെ വളരെ അലക്ഷ്യമായിട്ട് ജോലി ചെയ്യുന്നു ആൾക്കാര്, എംപ്ലോയീസ്. അവര് എത്രയും പെട്ടെന്ന് ജോലി ചെയ്ത് അതുങ്ങൾക്ക് വീട്ടിൽ പോകണ്ടേ? അപ്പൊ അവർ ആ ധൃതിയിൽ അങ്ങനെ ചെയ്യുന്നു. അപ്പൊ ജോലിക്കാർ എങ്ങനെ ജോലി ചെയ്യുന്നു? അവർ വേണ്ടത്ര പ്രിക്കോഷൻസ് എടുത്തിട്ട് ആണോ ചെയ്യുന്നതെന്ന് നമ്മുടെ ഇൻസ്പെക്ട് ചെയ്യുന്നില്ല. അങ്ങനെ എന്തെങ്കിലും അപകടം വിളിച്ചു വരുത്തുന്നു.
അങ്ങനെ വരുമ്പോ എന്തുണ്ടാകും? ഒത്തിരി ആക്സിഡന്റുകൾ ഓർഗനൈസേഷനിൽ ഉണ്ടാകും അല്ലെ. അപ്പൊ എംപ്ലോയീസിന്റെ സേഫ്റ്റി നമ്മുടെ ഓർഗനൈസേഷനിലെ ഫാക്ടറീസിലെ ആക്സിഡൻസിനെ നമുക്ക് ഇല്ലാണ്ടാക്കാനോ കുറയ്ക്കാനോ ഒക്കെ സാധിക്കും. മനസ്സിലായോ? അതാണ് ഒന്നാമത്തെ. അവോയ്ഡിങ് ആക്സിഡൻസ്. ആ പേരുകളൊക്കെ പഠിച്ചാൽ മതി കേട്ടോ. എംപ്ലോയി സേഫ്റ്റി, വർക്ക് പ്ലേസിലുള്ള എംപ്ലോയീസിന്റെ സേഫ്റ്റിക്കുള്ള പ്രാധാന്യങ്ങൾ. അവോയ്ഡിങ് ആക്സിഡൻസ് ഒന്നാമത്തെ. ഇതിന്റെ എക്സ്പ്ലനേഷൻ പഠിക്കണമെന്നില്ല, ഞാൻ പറയുകയാണെങ്കിൽ മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി. ക്ലിയർ ആയോ? അപകടങ്ങൾ ഒഴിവാക്കാൻ എംപ്ലോയി സേഫ്റ്റി പ്രധാനപ്പെട്ട കാര്യമാണ്. നെക്സ്റ്റ് വൺ, മിനിമൈസസ് കോസ്റ്റ്. അത് നമ്മൾ മറ്റേലും പഠിച്ചു, എംപ്ലോയി ഹെൽത്തിനകത്ത് പഠിച്ചു. മിനിമൈസസ് കോസ്റ്റ്. ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഉറപ്പാണെങ്കിൽ തീർച്ചയായിട്ടും പലതരത്തിലുള്ള ചെലവുകളെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കോസ്റ്റുകൾ രണ്ട് രീതിയിലുണ്ട്. ഡയറക്റ്റ് കോസ്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റ് കോസ്റ്റും ഉണ്ട്. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആള് വേണ്ടത്ര സേഫ്റ്റി മെഷേഴ്സ് എടുക്കാതെ എന്തെങ്കിലും വലിയ അപകടം ഉണ്ടായി, ചിലപ്പോ രോഗിയായി കുറെ നാളത്തേക്ക് ഇനി ജോലി ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ ചിലപ്പോ ആയിപ്പോയി, അല്ലെങ്കിൽ ആൾ മരിച്ചുപോയി. സോ ദേ ഹാവ് ടു സപ്പോർട്ട് ദ ഡിസീസ്ഡ് ഫാമിലി. ആ മരിച്ചുപോയ അല്ലെങ്കിൽ അത്തരം രോഗം വന്ന ആളുടെ വളരെ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ കിടക്കുന്ന ആളുടെ ഫാമിലിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരും അല്ലെ. അവരുടെ ഒരു വരുമാന മാർഗമാണ്, തീരെ വയ്യാണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കണം. അപ്പൊ അവരുടെ വരുമാന മാർഗമാണ് നിലച്ചു പോയത്. അപ്പൊ അവരെ സാമ്പത്തികമായിട്ടുള്ള സഹായം കൊടുക്കേണ്ടി വരും. അത് ഡയറക്റ്റ് കോസ്റ്റ്. അതല്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന് ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റുകൾ, ഇത്തരം കോസ്റ്റുകളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണെങ്കിൽ എംപ്ലോയീസിന്റെ സേഫ്റ്റി നമ്മൾ ഓർഗനൈസേഷനിൽ ഉറപ്പുവരുത്തിയിട്ടായിരിക്കും. അപ്പൊ അത് മിനിമൈസസ് കോസ്റ്റ്. കോസ്റ്റിനെ മിനിമൈസ് ചെയ്യാനും എംപ്ലോയി സേഫ്റ്റി ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയോ? മിനിമൈസസ് കോസ്റ്റ്. ഈ ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും നമ്മൾ നേരത്തെ അണ്ടർലൈൻ ചെയ്തതാ ആണോ? ഓർമ്മയുണ്ടാവുന്ന പഠിച്ചത് ഓർക്കണ്ടോ? യെസ്, അതെ. മിനിമൈസസ് കോസ്റ്റ്. അത് മിനിമൈസസ് കോസ്റ്റ് മാത്രം മതി, എക്സ്പ്ലനേഷൻ വേണ്ട. ബിക്കോസ് നമ്മൾ ഓൾറെഡി അത് മറ്റേതിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻക്രീസ് ദി എംപ്ലോയി കണ്ടന്റ്മെന്റ് ആൻഡ് ഡിവോഷൻ. എംപ്ലോയീസിന്റെ സേഫ്റ്റി ഉറപ്പാക്കുന്ന ഏത് ബിസിനസ് ഓർഗനൈസേഷനിലും അവിടെ ജോലിക്ക് വരാൻ, തൃപ്തിയോടെ വന്ന് ജോലി ചെയ്യാനും വളരെ ഡിവോട്ടഡ് ആയിട്ട് വളരെ അർപ്പണ മനോഭാവത്തോടെ ജോലിക്ക് വരാനൊക്കെ എല്ലാ വർക്കേഴ്സും തയ്യാറാക്കും. കാരണം എന്താ? നമ്മളിപ്പോ ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ പ്രിക്കോഷൻ എടുത്തില്ലെങ്കിലും അവിടെ വന്നിട്ട് എംപ്ലോയർ അല്ലെങ്കിൽ ഇൻസ്പെക്ടേഴ്സ് വന്നിട്ട് നമ്മളോട് അത് ഇതിട്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് തന്നെ ചെയ്യണം, അലസ്യമായി ചെയ്യല്ലേ എന്നൊക്കെ അവർ വന്ന് നമ്മളോട് വാൺ ചെയ്യും. അപ്പൊ നമ്മളുടെ ജീവന് അവർ വില കൽപ്പിക്കുന്നുണ്ട് എന്നാണ് അതിന് ഒരു അർത്ഥം അല്ലെ. തീർച്ചയായിട്ടും നമ്മുടെ ജീവന് അവർ വില നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു നമ്മളെ ഒരു മനുഷ്യനായിട്ട് നമ്മളെ മാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു സന്തോഷം നമുക്കുണ്ടാകും. ആ സന്തോഷം എങ്ങനെ റിഫ്ലക്ട് ചെയ്യും? സംതൃപ്തി, അതുകൊണ്ട് ആശ്വാസം അല്ലെ, കണ്ടന്റ്മെന്റ്, ഡിവോഷൻ, ഒരു അർപ്പണ മനോഭാവമൊക്കെ നമുക്ക് വരും. അപ്പൊ എംപ്ലോയീസിന് ഫീൽ സേഫ് ഇൻ ദയർ വർക്ക് എൻവയോൺമെന്റ്. കാരണം എന്താ? അവർക്ക് തന്നെ സ്വയം ബോധ്യം വരും, ഞാൻ എന്റെ വർക്കിംഗ് എൻവയോൺമെന്റിൽ സേഫ് ആണ്, എനിക്ക് ഒരു അപകടവും വരില്ല. ബിക്കോസ് ഞാൻ ശ്രദ്ധിച്ചില്ല എങ്കിൽ കൂടി എന്റെ ഓർഗനൈസേഷനിലെ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ എംപ്ലോയർ അവരത് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അവർക്ക് എന്റെ ജീവൻ വിലപ്പെട്ടതായിട്ട് അവർക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ ഒരു ഇത് കൊടുക്കണ്ടേ? മനസ്സിലായോ? ക്ലിയർ ആണോ? ഇൻക്രീസ്ഡ് എംപ്ലോയീസ് കണ്ടന്റ്മെന്റ് ആൻഡ് ഡിവോഷൻ. മനസ്സിലായോ? അപ്പൊ എംപ്ലോയീസിന്റെ സേഫ്റ്റി ഉറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവരിൽ നിന്ന് കിട്ടുന്നത് ഇങ്ങനെയുള്ള ചില റിട്ടേൺ ആയിരിക്കും എംപ്ലോയീസിന്റെ. ഓക്കെ. പിന്നെ ഫോർ ലീഗൽ കംപ്ലൈന്റ്സ്, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും എന്താണ്, സെക്യൂരിറ്റി ഓഫ് വർക്കേഴ്സ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻ ദ വർക്കിംഗ് പ്രമിസസ്. അതായത് ഒരു ജോലി സ്ഥലത്തെ ചുറ്റുപാടില് ഓരോ ആളുകളുടെയും ജീവന് വിലയുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? നിയമപരമായിട്ടും അത് ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിയമപരമായിട്ടുള്ള സാധ്യതകൾക്ക് വേണ്ടിയും എംപ്ലോയി സേഫ്റ്റി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ട്, സേഫ്റ്റി മെഷേഴ്സ് ഒന്നും എടുക്കാണ്ട് എന്തെങ്കിലുമൊക്കെ വന്നു പോയി, നിയമം കൊണ്ടുവന്നിട്ട് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുസരിച്ച് ഇപ്പൊ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ നിയമങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാദിക്കാം. നമുക്ക് വേണ്ടി വാദിക്കാനായിട്ട് ഒരുപാട് ആക്ടുകളൊക്കെ നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948, ഫാക്ടറീസ് ആക്ട് 1948 ആൻഡ് അപ്രന്റീസ് ആക്ട് 1961. ഇങ്ങനെ കുറെ നിയമങ്ങളുണ്ട്. നമ്മളിപ്പോ നിയമങ്ങളൊക്കെ അനുസരിച്ചിട്ടും നമുക്ക് എന്തെങ്കിലും അപകടം വന്നു, അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ നിയമങ്ങളിലൂടെ നമ്മൾ നടന്നിട്ട് അപകടം വന്നു കഴിഞ്ഞാൽ ഇത്തരം ആക്ട് പ്രകാരം നമുക്ക് അതിൻ്റെതായ കോമ്പൻസേഷൻ, നമുക്ക് അതിൻ്റെതായ എന്താ പറയാ നഷ്ടപരിഹാരങ്ങൾ നമുക്ക് കിട്ടാൻ സാധ്യതകളുണ്ട്. അതല്ല ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കെ അശ്രദ്ധമായി അലക്ഷ്യമായിട്ടൊക്കെ ജോലി ചെയ്യുന്നു, വേണ്ട പ്രിക്കോഷൻസ് ഒന്നും എടുക്കുന്നില്ല എങ്കിൽ നമുക്ക്
ഒന്നും പറയാനില്ല. കാരണം നിയമം തന്നെ പറയുന്നുണ്ട് എംപ്ലോയീസിന്റെ സേഫ്റ്റി വർക്കിംഗ് പ്രമിസസിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ലീഗൽ കംപ്ലയൻസ് അതിനകത്ത് അണ്ടർലൈൻ ചെയ്യേണ്ടത് ഈ എക്സാമ്പിളിൽ പറഞ്ഞ ചില എന്താ പറയാ എംപ്ലോയീസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ചില എന്താ പറയാ ലോസ് ആണ്, നിയമങ്ങളാണ് കേട്ടോ. Safety procedures are taken up by organizations in order to meet the safety requirements mentioned in various employment laws. ചില പ്രധാനപ്പെട്ട എംപ്ലോയ്മെന്റ് ലോസ് ആണ്, നിയമങ്ങളാണ് കേട്ടോ. ഏതൊക്കെ നിയമങ്ങളിലാണ് വരുന്നത്? Industrial Disputes Act 1947, Employee State Insurance Act 1948, Factories Act 1948 and Apprentice Act 1961. ഈ ആക്ടുകളുടെയൊക്കെ നിലവിൽ വന്ന വർഷമാണ് അതിന്റെ കൂടെ കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചിലപ്പോ ചോദിക്കും ഏത് വർഷത്തിലാണെന്നൊക്കെ. ക്ലിയർ ആയോ? മനസ്സിലായി? And employee safety also increases friendliness and a cordial relation between employees and management. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ്ഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ ആണ്. അതായത് എംപ്ലോയീസിന്റെ സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിൽ ഒരു നല്ല ഒരു ഫ്രണ്ട്ലി ഒരു എന്താ പറയാ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകും. കാരണം എന്താ, എന്റെ ജീവന് അവര് വില കൽപ്പിക്കുമ്പോ നമുക്കൊരു വലിയ ഒരു ബോണ്ടിങ് തോന്നും അല്ലെ. എംപ്ലോയർക്ക് എന്റെ ജീവനില് അത്രയധികം ശ്രദ്ധയുണ്ട്. തീർച്ചയായിട്ടും സേഫ്റ്റി മെഷേഴ്സ് നമ്മളോട് എടുക്കാൻ പറയുമ്പോൾ നമ്മളോട് അത്രയധികം സ്നേഹമുള്ളത് കൊണ്ടാണ്, നമ്മളെ സേഫ് ആക്കാനാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. കണ്ടോ? അപ്പൊ ഒരു കോർഡിയൽ റിലേഷൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. മനസ്സിലായ? ഒരു അഭേദ്യമായ ഒരു ബന്ധം എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ഉണ്ടാകും. അതൊരു ഹെൽത്തി ആൻഡ് സെക്യൂർ, അത് ഒരു ആരോഗ്യപരമായ ഒരു കാര്യമാണ്. ഒരു ഓർഗനൈസേഷനിൽ വേണ്ട ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് എംപ്ലോയി മാനേജ്മെന്റ് റിലേഷൻഷിപ്പാണ്. മനസ്സിലായി? എംപ്ലോയീസും മാനേജ്മെന്റ് എപ്പോഴും എങ്ങനെയായിരിക്കണം? ഒരു നല്ല ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ഉള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് വേണമെങ്കിലും മാനേജ്മെന്റിനോട് പറയാം ഓപ്പൺ ആയിട്ട്. അവര് നമ്മളെ അതിനനുസരിച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരും എന്നുള്ള ആ ഒരു ചിന്തയും ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുക. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ അത് ഉണ്ടായാലാണ് ഒരു സ്മൂത്ത് ആയിട്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ മുന്നോട്ടേക്ക് പോകുള്ളൂ. അതല്ലാതെ എപ്പോഴും മാനേജ്മെന്റിനെ കാണുമ്പോൾ തിരിഞ്ഞു പോകുന്ന, കാരണം എന്താ പറയാ അവിടുത്തെ മാനേജ്മെന്റ് ഒട്ടും നല്ലതല്ല. നമ്മളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ അവിടെ അത് ശ്രദ്ധിക്കുന്നില്ല, നമ്മളുടെ സേഫ്റ്റിക്ക് യാതൊരു വിലയും തരുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു അടുക്കുന്നോന്നോ ഇല്ലല്ലോ. ഒരു നല്ല റിലേഷൻഷിപ്പോ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുമോ? ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിനൊക്കെ എംപ്ലോയി സേഫ്റ്റി തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. മനസ്സിലായോ? അതില് ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഫസ്റ്റ് സെന്റൻസ്, എംപ്ലോയി സേഫ്റ്റി ഈസ് ബിലീവ്ഡ് ടു introduce friendliness and cordial employee management relations. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് പറ്റും? എംപ്ലോയീസിന് നല്ലൊരു ബന്ധം എംപ്ലോയിയുമായിട്ട് മാനേജ്മെന്റും ഒക്കെ ഉണ്ടാകുമ്പോൾ എംപ്ലോയീസ് എപ്പോഴും എന്താകും? നർച്ചർ പോസിറ്റീവ്സ്. എന്താണ്? അവർക്ക് എപ്പോഴും ഓർഗനൈസേഷനിൽ എപ്പോഴും ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. അവർക്കൊരു മോട്ടിവേഷൻ കിട്ടും. മോട്ടിവേഷൻ, എംപ്ലോയീസിന് മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറ്റുക? ആ ഓർഗനൈസേഷന്റെ എൻവയോൺമെന്റ് മുഴുവൻ നല്ല സൂപ്പർ ആകും അല്ലെ. ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്രീസസ് ദ ഗുഡ് ഇമേജ് ഓഫ് ദ ഓർഗനൈസേഷൻ. അത് ബിസിനസ് ഓർഗനൈസേഷന്റെ ഒരു നല്ല പേരിന് കാരണമാകും. പുറത്തൊന്നും നോക്കുന്ന ആളുകൾ പോകും, അവിടുത്തെ എംപ്ലോയിയും മാനേജ്മെന്റും ഒക്കെ ഭയങ്കര നല്ലൊരു റിലേഷനിലാണ്. അതുകൊണ്ട് ആ ഒരു ഓർഗനൈസേഷന് നല്ലൊരു ഡെവലപ്മെന്റ് ഉണ്ട് അല്ലെ, നല്ലൊരു പുരോഗമനം ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായും ഉണ്ടാകണമെങ്കിൽ ഒരു നല്ല റിലേഷൻ എംപ്ലോയീസുമായിട്ട് മാനേജ്മെന്റ് കീപ്പ് ചെയ്യണം. ആ നല്ല റിലേഷൻസ്, ഇംപ്രൂവ്ഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്താണ്? അത് സേഫ്റ്റി, എംപ്ലോയി സേഫ്റ്റിയിൽ നിന്നാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എംപ്ലോയീസിന്റെ സേഫ്റ്റിക്ക് ഒന്നും പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. അടുത്തത് ഫോർമലൈസിംഗ് ദ സേഫ്റ്റി പ്രോസസ് ആൻഡ് പ്രോഗ്രാം. എംപ്ലോയീസിന്റെ സേഫ്റ്റി എംപ്ലോയേഴ്സ് ഉറപ്പുവരുത്തണം. That will guide the employees to take safety. അപ്പൊ എംപ്ലോയർ എപ്പോഴും എംപ്ലോയീസിന്റെ സേഫ്റ്റിയെ എന്താ പറയാ നയിക്കുന്ന ഒരാളാണ്, നയിക്കേണ്ടവരാണ്. അങ്ങനെ വരുമ്പോ അതൊരു സിസ്റ്റം ആയിട്ട് അങ്ങോട്ട് വളരും. ആൻഡ് ഓൾസോ ഒരു എന്താ പറയാ അതിന് വേണ്ടിയിട്ട് ചില അവയർനെസ്സുകളൊക്കെ ചിലപ്പോഴൊക്കെ എംപ്ലോയർ കൊടുക്കും. അതായത് എംപ്ലോയീസിന്റെ സേഫ്റ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ ഒരു ഓർഗനൈസേഷനിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും? അതൊരു സിസ്റ്റമായി മാറും. എംപ്ലോയീസിന്റെ സേഫ്റ്റി നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളത് ഒരു സമ്പ്രദായമായിട്ട് മാറും. ആ സമ്പ്രദായമായി മാറിക്കഴിഞ്ഞാൽ എംപ്ലോയേഴ്സിന് എന്ത് ചെയ്യാം? എംപ്ലോയീസിനെ ആ രീതിയിലേക്ക് നയിച്ചുകൊണ്ട് പോകാൻ പറ്റും. കണ്ടോ? ഇത് നിങ്ങൾ ഫോളോ ചെയ്യണം. കാരണം ഈ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്.
കണ്ടോ, അതൊക്കെ കൊണ്ടുവരാനായിട്ട് ഇത്തരം പ്രോഗ്രാമുകളിലൂടെയൊക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് എംപ്ലോയർക്ക് സാധ്യമാണ്. അപ്പൊ സേഫ്റ്റി പ്രോസസ്സും പ്രോഗ്രാമും ഒക്കെ ഫോർമലൈസ് ചെയ്യാനായിട്ട് എന്താ പറയാ എംപ്ലോയീസ് സേഫ്റ്റി എന്താ പറയാ വളരെ അത്യാവശ്യമാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? വായിച്ചു നോക്കിയേ. ഫോർമലൈസിങ് വിത്ത് എംപ്ലോയി സേഫ്റ്റിയോടൊപ്പം employers are able to guide employees to take safety as a system. എംപ്ലോയീസിന്റെ ഒപ്പം നിന്ന് അവരെ ഒരു ഗൈഡ് പോലെ എന്തിലേക്ക് ഈ സേഫ്റ്റി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആയിട്ട് കൊണ്ടുവരാനും ആൻഡ് കൾച്ചർ യൂസിങ് എ കോൺസ്റ്റന്റ് അവയർനെസ് പ്രോഗ്രാം, തുടർച്ചയായ അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു അവയർനെസ് പ്രോഗ്രാമുകൾ എന്ന് വെച്ചാൽ സേഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള ബോധ്യം, ആ ബോധ്യത്തെ ഉറപ്പാക്കുന്ന ഒരു പ്രോഗ്രാം പോലെ കണ്ടക്ട് ചെയ്യാനായിട്ട് എംപ്ലോയേഴ്സിന് പറ്റും. അതാ അങ്ങനെ വരുമ്പോ എന്ത് പറ്റും? ഇംപ്രൂവ്സ് പ്രൊഡക്ടിവിറ്റി. എംപ്ലോയീസും എംപ്ലോയർമാരും തമ്മിൽ ദർ ഈസ് നോ എനി ഡിസ്പ്യൂട്ട്. അവിടെ അവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. എല്ലാവരും വളരെ നല്ല ഭംഗിയില് നല്ല ബന്ധത്തില് മുന്നോട്ട് പോകുന്നു. എംപ്ലോയറും എംപ്ലോയീസും ഒക്കെ. എംപ്ലോയീസും എംപ്ലോയറും തമ്മിൽ നല്ല ബന്ധത്തിൽ വന്നാൽ ഓട്ടോമാറ്റിക്കലി എന്ത് വർദ്ധിക്കും അറിയാമോ? എംപ്ലോയീസ് ഒക്കെ മോർ എഫിഷ്യന്റ് ആണ്. അവർ മോട്ടിവേറ്റഡ് ആകും. നമ്മുടെ ജീവന് നമ്മുടെ സേഫ്റ്റിക്ക് അവർ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഞാൻ മോട്ടിവേറ്റഡ് ആകും. ഞാൻ മോട്ടിവേറ്റഡ് ആകുമ്പോൾ എന്റെ ജോലി ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും ചെയ്യാൻ പറ്റും തോന്നും എനിക്ക്, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഇറ്റ് ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ. ഓർഗനൈസേഷൻ മൊത്തത്തില് അതിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും. മനസ്സിലായോ? അപ്പൊ ആ ഒരു ഓർഗനൈസേഷന്റെ ക്വാളിറ്റി വർദ്ധിക്കും, അല്ലെ? അതനുസരിച്ച് എന്താ പറയാ അവർക്ക് അവരുടേതായ താല്പര്യം അനുസരിച്ച് അവരുടെ സെക്യൂരിറ്റിക്ക് അവരുടെ ആ ഒരു സുരക്ഷിതത്വ ബോധ്യം അനുസരിച്ച് നല്ല രീതിയിൽ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ജോലി ചെയ്യാൻ പറ്റും. ഇംപ്രൂവ്സ് പ്രൊഡക്ടിവിറ്റി. എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും എംപ്ലോയി സേഫ്റ്റി വളരെ അത്യാവശ്യമാണ്. മനസ്സിലായോ? മനസ്സിലായില്ലേ? അതാ പോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതി, വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി സേഫ്റ്റി? എംപ്ലോയി സേഫ്റ്റിയുടെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം, അവോയ്ഡിങ് ആക്സിഡന്റ്സ്, നമ്മുടെ ആക്സിഡന്റുകൾ ഒഴിവാക്കാൻ, കോസ്റ്റുകൾ കുറയ്ക്കാൻ, ഇൻക്രീസ്ഡ് എംപ്ലോയി, അതുപോലെ തന്നെ കണ്ടന്റ്മെന്റ് ആൻഡ് ഡിവോഷൻ, ആളുകളുടെ തൃപ്തിയും ഡിവോഷൻ അർപ്പണ മനോഭാവമൊക്കെ വർദ്ധിപ്പിക്കാൻ, പിന്നെ ലീഗൽ കംപ്ലയൻസ്, നിയമപരമായിട്ടുള്ള സാധ്യതകൾക്ക് വേണ്ടി, ഇംപ്രൂവ്ഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസിന് വേണ്ടി, പിന്നെ എന്താ പറയാ സേഫ്റ്റി പ്രോസസ് ആൻഡ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നത് ഈ സേഫ്റ്റിക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ, ആൻഡ് ലാസ്റ്റ് വൺ എംപ്ലോയീസിന്റെ മൊറൈൽ വർദ്ധിപ്പിക്കാൻ, ബൂസ്റ്റ് ചെയ്യാൻ. എംപ്ലോയീസ് മൊറൈലിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട്. എംപ്ലോയീസ് മൊറൈൽ എന്ന് പറഞ്ഞാൽ എന്താ? മൊറൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസ് ഡൂയിങ് ദർ വർക്ക് വിത്ത് മോർ ഹാപ്പി, എന്തൂസിയാസം, അല്ലെ? അതായത് ഏറ്റവും വളരെ സന്തോഷത്തോടെ, സംതൃപ്തിയോടെ, വളരെ ഇഷ്ടത്തോടെ നമ്മളൊരു ജോലി ചെയ്യുക, അല്ലെ? ഇഷ്ടത്തോടെ നമുക്ക് ജോലി ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മളുടെ സേഫ്റ്റി നമ്മൾ ഉറപ്പുവരുത്തിയാൽ നമുക്ക് പറ്റുള്ളൂ. അത് നമുക്ക് എപ്പോഴും പേടി, വിഭ്രാന്തി, അല്ലെ? ഒരു സേഫ്റ്റി ഇല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു സഫറിങ്സ് ഉണ്ടായിരിക്കും, പെയിൻ ഉണ്ടായിരിക്കും, അല്ലെ? നമ്മൾ അങ്ങനെ ആയിരിക്കും. കാരണം എപ്പോഴാണ് എന്ത് ആക്സിഡന്റ് ഉണ്ടാകുമോ അത് എന്നൊക്കെ ഉള്ള ഒരു ഉൾഭയം. അത്തരം കണ്ടീഷൻസിൽ വി കനോട്ട് വർക്ക് ആസ് ഗുഡ്, അല്ലെ? നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും നല്ല രീതിയിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പൊ എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുന്നത് ആൾക്ക് നമുക്ക് ഓൺ ദ മൊറൈൽ, അവരുടെ ആ ഒരു എത്രത്തോളം നല്ല രീതിയിൽ അവർക്ക് ജോലി ചെയ്യണം എന്നുള്ളത് അതിനെ ആശ്രയിച്ചിരിക്കുന്നു. മനസ്സിലായോ? എപ്പോഴും ഇങ്ങനെ നമ്മൾ സഫറിങ്സ്, പെയിൻ അങ്ങനെ വരുമ്പോൾ they cannot work well. അപ്പൊ മാനേജേഴ്സ് ഹാവ് ടു എൻഷുർ ദാറ്റ് എംപ്ലോയീസ് ആർ നോട്ട് എക്സ്പോസ്ഡ് ടു സഫറിങ്. തീർച്ചയായിട്ടും മാനേജർമാര് ഉറപ്പുവരുത്തേണ്ട കാര്യമാണ് എംപ്ലോയീസ് ഒക്കെ വളരെയധികം കഷ്ടപ്പെട്ട് എന്താ പറയാ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ജോലി ചെയ്യേണ്ടത്, അത് ഒഴിവാക്കണം. അത് അല്ല, ഒരു നല്ല സന്തോഷത്തിലാണ് ജോലി ചെയ്യുന്നത് ഉറപ്പാക്കി വരുത്തേണ്ടത് ആരാ? മാനേജേഴ്സ് ആണ്. മനസ്സിലായോ? അപ്പൊ വർക്കേഴ്സിന് കാരണം നോക്കുക, ഓരോ വർക്കേഴ്സും കമ്മിങ് ടു ദ organization for a worker as a bread earner for their family, to support their family, for the welfare of their family. തീർച്ചയായിട്ടും ഓരോരുത്തരും ജോലിക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ്. അവര് ഓരോ വീടിന്റെയും അത്താണിയാണ്. ബ്രെഡ് ഏർണേഴ്സ് എന്ന് പറഞ്ഞ അത്താണിയാണ്, അല്ലെ? ഒരു വീട്ടിലെ ആഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ജോലിക്ക് വരുന്ന ആൾക്കാർ ഓരോ വീടിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പൊ തീർച്ചയായിട്ടും അവർ ഇനി ഇവിടെയും വന്ന് കിടന്ന് സഫർ ചെയ്തിട്ട് ജോലി ചെയ്യാൻ പാടില്ല. അപ്പൊ അവരുടെ ആ ഒരു സെക്യൂരിറ്റി, സേഫ്റ്റി
അത് ഉറപ്പുവരുത്തിയാൽ തീർച്ചയായിട്ടും എംപ്ലോയീസിന്റെ സന്തോഷത്തോടെ അവരവരുടെ ജോലി ചെയ്ത് വീട്ടിൽ പോകും. മനസ്സിലായോ? ക്ലിയർ ആയോ? അതിൽ ആ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. വർക്കേഴ്സ് വർക്കിംഗ് ഇൻ ഫാക്ടറീസ് ആർ യൂഷ്വലി ബ്രെഡ് ഏർണേഴ്സ് ഓഫ് ദെയർ ഫാമിലീസ് ആൻഡ് ദ വെൽഫെയർ ആൻഡ് ജോയ് ഓഫ് ദെയർ ഫാമിലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ വെൽബീയിങ്. ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ വരുന്നവര് അവരുടെ വീടിന്റെ ഒരു ബ്രെഡ് ഏർണേഴ്സ് ആണ്. തീർച്ചയായിട്ടും അവരുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവരുടെ സന്തോഷം, സമാധാനം, അവരുടെ സെക്യൂരിറ്റി ഒരു വീടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഉള്ളതായതുകൊണ്ടല്ലേ അവരുടെ സന്തോഷമൊക്കെ അവരുടെ ആ വീടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ആ ഫാമിലി മൊത്തം അയാളെ ഡിപ്പെൻഡ് ചെയ്താൽ നിൽക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യണം, സെക്യൂർ ആക്കണം, സേഫ്റ്റി ആക്കണം. ക്ലിയർ ആയോ? ഓക്കെ, യെസ്. അപ്പൊ അത്രയുമാണ് 8 പോയിന്റ് ആണ് കേട്ടോ എംപ്ലോയി സേഫ്റ്റിയുടെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരിക. ആ പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്ത് തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. കൂടാതെ ഒരു 3-4-5 സെന്റൻസ് കൂടി ഞാൻ അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട് ഓരോ പോയിന്റിലും. അല്ലെ, എത്ര സെന്റൻസ് ഉണ്ട് ഈ ഒരു ഇതിനകത്ത് മാത്രം? ഇമ്പോർട്ടൻസിൽ അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് എത്ര ഉണ്ടെന്ന് പറയൂ. നോക്കിയേ, എത്ര സെന്റൻസ് അണ്ടർലൈൻ ചെയ്തു എന്നറിയാനാ? 3 സെന്റൻസ് ഉള്ള 4-മത്തേലാണ് ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തത്. 4-മത്തേല് ആ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് അതൊക്കെ അതൊരെണ്ണം അല്ലെ? യെസ്, അതൊരെണ്ണം. പിന്നെ 5-മത്തെ പോയിന്റില് ഓക്കെ, 5-മത്തെ പോയിന്റില് കോഡിയൽ എംപ്ലോയി മാനേജ്മെന്റ് റിലേഷൻസ് എന്ന് പറയുന്ന ഒരു പോയിന്റ്. യെസ്, അതെ അതെ. പിന്നെ 8-മത്തെ പോയിന്റ്. ഓക്കെ, അത് ഉറപ്പുവരുത്തിയതാണ് ഞാൻ. 3 പോയിന്റുകൾ മാത്രമേ നമ്മൾ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ 8 പോയിന്റും അതിന്റെ ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്നത് മാത്രമാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ഹെൽത്തിൽ പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അടുത്തത് നമുക്ക് ഇനി എടുക്കേണ്ടത് ഒരു ചാപ്റ്ററോട് ബാക്കി നിൽക്കേണ്ടത് അല്ലേ? ഏതാ? നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ അവിടെ. യെസ്, പേജ് നമ്പർ അറിയോ? പേജ് നമ്പർ ടാലന്റ് മാനേജ്മെന്റ് ആണ് കേട്ടോ. പേജ് നമ്പർ 80 അല്ലേ? ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. നമുക്ക് അടുത്തത് എടുക്കേണ്ടത്, ഞാൻ അടുത്ത ദിവസം തുടങ്ങണുള്ളൂ, ഇപ്പൊ തുടങ്ങണില്ല. ഓക്കെ, ടാലന്റ് മാനേജ്മെന്റ്. ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് അവർ ചെയ്യുന്ന ജോലിയിൽ മാത്രമായിരിക്കില്ല കഴിവുണ്ടാകുക. ഒത്തിരി വേറെയും കഴിവുകളുണ്ടായിരുന്നു. അവർ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ളത്. നമ്മള് പറയില്ലേ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചിലർക്ക് പഠിക്കാനുള്ള കഴിവുണ്ടായിരിക്കും, പക്ഷെ അതിനേക്കാൾ കൂടുതൽ വേറെ മറ്റു പല കാര്യങ്ങളിലേക്കും കഴിവുകൾ ഉണ്ടാകും അല്ലെ, ടാലന്റ്. അതുപോലെ തന്നെയാണ് ബിസിനസ് ഓർഗനൈസേഷനിലും ഒരുപാട് ടാലന്റുകൾ ഉണ്ടായിരിക്കും. ആ ടാലന്റുകളൊക്കെ കണ്ടെത്തുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരിൽ നിന്നും വീണ്ടും എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഓർഗനൈസേഷനാണ് അതൊക്കെ മാക്സിമം യൂസ് ചെയ്യുക. ഒരു എംപ്ലോയിനെ മാക്സിമം യൂസ് ചെയ്യുക, അതാണ് എംപ്ലോയിയുടെ മാക്സിമം യൂട്ടിലൈസേഷൻ ആണ് ഒരു ഓർഗനൈസേഷന് എന്താ പറയാ വലിയ ഒരു പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരാനും പ്രോഫിറ്റബിലിറ്റി ഒക്കെ കൊണ്ടുവരാൻ സഹായിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ടാലന്റ് മാനേജ്മെന്റ് PM മോഡൽ എന്ന് പറയുന്ന 4th ചാപ്റ്ററിലുള്ളത് കേട്ടോ. നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഓക്കെ, അപ്പൊ ഈ എടുത്ത ഗ്രീവാൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒക്കെ നന്നായിട്ടൊക്കെ വായിച്ച് നോക്കി പഠിച്ചൊക്കെ എടുക്കുക കേട്ടോ. ഓക്കെ, ഓക്കെ, സോ സി യു അടുത്ത ദിവസം. ബൈ.